മന്നാ നിക്ഷേപിത ചെപ്പും മുളപ്പൂണ്ടോരഹറോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി ശ്ലേമോൻ തൻ റൂമാലുമിവ നിൻ സാമ്യം ദൈവജനനി ദൃഷ്ടാന്തി നിബിയന്മാരും വെളിപ്പാടാൻ സ്ലീഹന്മാരും നിന്നുൾ മർമ്മം കാണിച്ചു നിന്നുടെ സുതനാം മശിഹായി സ്തുതി ചെയ്യുന്നടിയാർ ഞങ്ങൾ താനെന്നും വന്യൻ തന്നെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. വന്യനായ ജോസ് തറയിലച്ചൻ, പ്രിയ മാത്യൂസ് അച്ചൻ, ഏലിശുഭ സിസ്റ്റർ, ഈ ഭദ്രാസനത്തിലെ മർത്തമറിയം സമാജത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ കർത്തൃസന്നദ്ധിയിൽ ഇരുന്നുകൊണ്ട്, പ്രത്യേകിച്ചും ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവികമായ കാര്യങ്ങൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ഈ സമയം ലോകപരമായി ചിലർക്കെങ്കിലും, പുറത്തുനിന്ന് നോക്കുന്നവർക്കെങ്കിലും നഷ്ടമാണ് എന്ന് തോന്നുമെങ്കിൽ ദൈവസന്നിധിയിൽ ഇത് ഏറ്റവും വിലപ്പെട്ടതാണ്. മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ഭവനമായ ബഥാനിയയിലെ ഭവനത്തിലേക്ക് യേശുവമ്പുരാൻ പ്രവേശിച്ചു. മാർത്തയോട് പറയുകയാണ്, മാർത്തേ, നീ ഇപ്പോൾ പലതിനെ ചൊല്ലി ഇങ്ങനെ ഓടി നടക്കണ്ട. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നീ ഓടുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുക, ഈ സമയം എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് അറിയിച്ചു തരുവാനുണ്ട്. അത് പഠിക്കുവാനായിട്ട് മറിയ ഇരിക്കുന്നത് പോലെ നീ എൻ്റെ അടുത്ത് വന്നിരിക്കുക എന്ന് മാർത്തയോട് പറഞ്ഞ ആ സ്വരം മർത്തമറിയം സമാജം അല്ലെങ്കിൽ സെയിൻറ്റ് മേരി ഓർഗനൈസേഷനിലെ ഈ ഭദ്രാസനത്തെ അംഗങ്ങൾക്ക് ഈ പുണ്യ സ്ഥലത്ത് വന്നിരുന്നുകൊണ്ട് അല്പകാര്യങ്ങളെ നമുക്ക് പഠിക്കാം. ക്ലാസ് നയിക്കുന്നതെന്നാണ് നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. പഠിച്ചാലും ധ്യാനിച്ചാലും പ്രസംഗിച്ചാലും ഇതിനകത്തെല്ലാം ഉപദേശങ്ങളുണ്ട്, ശാസനകളുണ്ട്, പ്രബോധനങ്ങളുണ്ട്, അറിവുകളുണ്ട്. കാത്തലിക് സഭയുടെ CCC എന്ന് പറയുന്ന അവരുടെ പ്രബോധന പുസ്തകമുണ്ട്, മതബോധന ഗ്രന്ഥം. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയ്ക്കുള്ള മതബോധന ഗ്രന്ഥം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെയൊരു മതബോധന ഗ്രന്ഥം എന്നുള്ളൊരു പേര് പറയുന്നില്ല ഇല്ലെങ്കിലും വേദപുസ്തകം കഴിഞ്ഞാൽ നമ്മൾ പല ആധ്യാത്മികമായ നിറവിനും ഉണർവിനും വേണ്ടി നമ്മൾ അനുഗമിക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന ഒരു പുസ്തകമാണ് ഫിലോക്കാലിയ എന്ന് പറയും. ഫിലോക്കാലിയ, ആധ്യാത്മിക പ്രേമം എന്നാണ് ആ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം. അനേക സന്യാസിപിതാക്കന്മാർ കർത്താവിനോടുള്ള സ്നേഹം മൂത്ത് അവരിലുണ്ടായി വന്ന വെളിച്ചങ്ങളുടെ അല്ലെങ്കിൽ അറിവിൻ്റെ പ്രതിഫലനങ്ങളാണ്. അതിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. തൻ്റെ ഹൃദയം
ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ കർത്താവായ യേശുവിൻ്റെ സ്മരണ പരിശീലിച്ചുകൊണ്ട് അതിനെ നിരന്തരം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനായി അവൻ നിരന്തരമായി കർത്താവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കണം. He who wishes to cleanse his heart should keep it continually aflame through practicing the remembrance of the Lord Jesus Christ, making this his only study and his ceaseless task. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, ഈ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മികതയെ ശുദ്ധീകരിക്കുന്നതാണ്. പ്രസംഗങ്ങൾ കേൾക്കുക, വചനങ്ങൾ പഠിക്കുക. പൗലോസ്ലീഹ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മൾക്ക് ധ്യാനങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്, പ്രസംഗങ്ങൾ കേൾക്കുവാൻ ഇഷ്ടമാണ്. പക്ഷേ അതിലെല്ലാം ഉപരിയായി കർത്താവ് പ്രസാദിക്കുന്നത് അവനെപ്പറ്റി അറിയുക എന്നുള്ളതാണ്. അങ്ങനെ കർത്താവിനെപ്പറ്റി അറിയുമ്പോഴാണ് കർത്താവിനോട് അങ്ങോട്ടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുന്നത്. ദൈവസ്നേഹം നമ്മൾ പറയുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ധാരണ ദൈവത്തിന് ഇങ്ങോട്ടുള്ള ഒരു സ്നേഹപ്രവാഹത്തിൻ്റെ ഒഴുക്ക് മാത്രമാണ്. എനിക്ക് ഇന്നത് ലഭിച്ചു, പ്രാർത്ഥനയിൽ കൂടെ ഇന്നത് കിട്ടി, ഇങ്ങനെയുള്ള ലൗകികവും ലോകപരവുമായ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഫാർ യു ലവ് ഗോഡ്? Lord in the sense, if you want to love God, the only way is to love Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കും? അതൊരു പ്രശ്നമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇത് അകത്തുനിന്നുണ്ടാകണ്ടേ. ഇതുണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ നിറയണം. എഫേസ്യർക്ക് എഴുതിയ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ വേദപുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് നോക്കണം. വേദപുസ്തകം തുറക്കണം, നോക്കണം. വേദപുസ്തക വായനയിൽ തൽപരരാകണം. കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കണമെങ്കിൽ വചനധ്യാനം നിങ്ങൾ രാവും പകലും നിങ്ങളുടെ ജീവിതചര്യയായി മാറുകയും ശ്വാസോച്ഛ്വാസം പോലെ അതിനെ കൊണ്ടുവരികയും ഇത് ഒരു ദിവസം എടുത്ത് ധ്യാനിച്ചില്ലെങ്കിൽ ആത്മാവിന് ശ്വാസം മുട്ടുന്നത് ശരീരത്തിൽ അനുഭവപ്പെടണം. എന്തുവാണ് ഞാൻ പറഞ്ഞത്? ഒരു ദിവസം നിങ്ങൾ വചനം വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ ശ്വാസതടസ്സത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ശരീരത്തിൽ തിരിച്ചറിയണം. അങ്ങനെ ശരീരത്തിനൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ മാത്രമേ ശരീരത്തെ കൊണ്ട് നമ്മൾ ഇരുത്തത്തുള്ളൂ. അല്ലെങ്കിൽ ശരീരം പറയും, വചനം വായിക്കേണ്ട സമയത്ത് കുറച്ചും കൂടെ സുഖമുള്ള കാര്യം ബിഗ് ബോസ് കാണുന്നതാ, അല്ലെങ്കിൽ ന്യൂസ് അവർ കാണുന്നതാ എന്നൊക്കെ ശരീരം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ആഹാരം കഴിക്കുന്നതാ. ഇപ്പോൾ ഓരോ ദിവസവും രാവും പകലും ധ്യാനിക്കേണ്ടതും വായിക്കേണ്ടതുമായ കാര്യങ്ങൾ വായിക്കുവാൻ ശരീരം എപ്പോഴും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ആ ശരീരത്തെ വഴക്കുവാൻ നമ്മൾ പ്രത്യേകമായി യത്നിക്കണം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, ഇതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് പറഞ്ഞാട്ടെ, നീ രാവും പകലും ഇത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വചനം നിറഞ്ഞു കവിയുകയും യെരമ്യാവ് 29:11 പറയുന്ന പ്രകാരം ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് വരികയും യാക്കോബ് 1:21 പറയുന്ന പോലെ ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ നിങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ വചനം ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യും. ഇത് നമ്മളെ ശുദ്ധീകരിക്കും. കുറച്ചു മുമ്പ് ഫിലോക്കാലയിലെ ആ വിശുദ്ധൻ പറഞ്ഞ ഇപ്രകാരമാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹം പരിജ്ഞാനം വർദ്ധിക്കുവാൻ വേണ്ടി അവനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കണം, ചിന്തിച്ചുകൊണ്ടിരിക്കണം. എഫേസ്യ ലേഖനം 3:14 ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന വാക്യം അതിപ്രകാരമാണ്, അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ
ധനത്തിൻ്റെ മഹത്വത്തിനൊത്തോണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി വീതി നീളം ഉയരവും ആഴവും എന്തെന്ന് സകലവിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകണമെന്നും അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരയണം. ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. പൗലോസ്ലീഹ നമ്മളെ പ്രബോധിപ്പിക്കുന്ന അതാണെങ്കിൽ കർത്താവിനെക്കുറിച്ച് നമ്മൾ അറിയണം, അത് പഠിക്കണം, പഠിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇവൻ ആരാണ്, എന്താണ് നമുക്ക് വേണ്ടി യഥാർത്ഥമായി ചെയ്തത്, നമുക്കിവൻ ആരാണ് എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ തികട്ടി വരുമ്പോൾ അതിൻ്റെ കൂടെ തികട്ടി വരുന്ന മറ്റൊരു കാര്യമാണ് ക്രിസ്തു സ്നേഹം. യേശുവിനോട് സ്നേഹം വർദ്ധിക്കുക. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പഠിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇതൊരു പഠന സെഷനായതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറച്ച് തന്നെ പറയണം. വേദപുസ്തകം വായിക്കാൻ പറയുമ്പോൾ ഒരാൾ എടുത്തത് വായിക്കണം. ഒരാളെടുത്ത് വായിക്കുമ്പോൾ എല്ലാവരും ആ വേദപുസ്തകം തുറന്ന് അതിൽ നോക്കി അനുഗ്രഹം പ്രാപിക്കണം. ദൈവവചനമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഹൂ ഈസ് ദ പേട്രൺ സെയിൻറ്റ് ഓഫ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച്? ഹൂ ഈസ് ദ പേട്രൺ സെയിൻറ്റ് ഓഫ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച്? ഇപ്പോൾ നിങ്ങൾ ഓരോ ദേവാലയത്തിൽ നിന്ന് വന്നവരാണ്. നിങ്ങളുടെ ദേവാലയത്തിന് ഒരു കാവൽ പിതാവോ ഒരു കാവൽ മാതാവോ ഉണ്ട്. പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ നാമത്തിലുള്ള ദേവാലയമാണെങ്കിൽ നിങ്ങളുടെ കാവൽ പിതാവ്, ആ ദേവാലയത്തിൻ്റെ കാവൽ പിതാവ് പരിശുദ്ധനായ പരിമള തിരുമേനിയാണ്. അല്ലെങ്കിൽ ഗീവർഗീസാദയുടെ നാമത്തിലുള്ളതാണെങ്കിൽ ഗീവർഗീസാദയാണ്. ഞാൻ ഓരോ പള്ളിയുടെയും കാര്യമല്ല ചോദിച്ചത്. ഹൂ ഈസ് ദ പേട്രൺ സെയിൻറ്റ് ഓഫ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച്? നമ്മുടെ സഭയുടെ കാവൽ പരിശുദ്ധൻ അല്ലെങ്കിൽ അത് ആരാണ്? സെയിൻറ്റ് തോമസ്. കാത്തലിക് സഭയുടെ ആരാണെന്നറിയാമോ? ആരാണ്? സെയിൻറ്റ് പീറ്റർ. സെയിൻറ്റ് പീറ്റർ. നിങ്ങൾ പറഞ്ഞ രണ്ട് ഉത്തരങ്ങളും പൂർണ്ണമായും തെറ്റാണ്. കാത്തലിക് സഭയുടെ പേട്രൺ സെയിൻ്റ് എന്ന് പറയുന്നത് സെയിൻറ്റ് ജോസഫാണ്. എന്നാൽ ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസിൻ്റെ, മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് മാത്രമല്ല, ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് വരും, കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച് വരും, അർമീനിയൻ ഓർത്തഡോക്സ് ചർച്ച് വരും, പിന്നെ എർത്രിയൻ എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് ചർച്ചുണ്ട്, പിന്നെ എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ച്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഓർത്തഡോക്സ് സഭകൾ ആണ് ഓറിയൻ്റൽ. അവരുമായിട്ട് നമുക്ക് ആരാധന ഐക്യമുണ്ട്, നമുക്ക് അവരുമായിട്ട് എല്ലാ രീതിയിലും കൂദാശ ഐക്യമുണ്ട്. ഒരു രീതിയിലും വ്യത്യാസമില്ല, കൾച്ചറൽ ഡിഫറൻസ് ഒഴികെ. ഇപ്പോൾ എത്യോപ്യയിൽ ചെന്ന ഒരു ഓർത്തഡോക്സ് ആരാധന കണ്ടു കഴിഞ്ഞാൽ ഞാനതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അവർ മേളമൊക്കെ അടിച്ച് ഡാൻസ് ചെയ്യും, സന്തോഷമാണ്. ഓർത്തഡോക്സ് ട്രഡീഷനിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ അങ്ങനെ നിങ്ങൾ ചെയ്യുകയും വേണ്ട എന്നുള്ള കാര്യം നേരത്തെ പറയുന്നു. ഇനിയിപ്പോൾ നാളെ തൊട്ട്, ഇനിയിപ്പോൾ നാളെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ചെണ്ടയടിക്കണമെന്നൊന്നും അച്ഛൻ പറഞ്ഞു എന്ന് പറയരുത്. അപ്പോൾ ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസിൻ്റെ പേട്രൺ സെയിൻ്റ് എന്ന് പറയുന്നത് ഒരു ചാൻസ് കൂടെ തരാം, ഒരു ചാൻസും കൂടെ തരാം. മാർത്തോമാ ശ്ലീഹ അല്ല, അത് ഭാരതത്തിൻ്റെ അപ്പോസ്തോലനാണ്. പേട്രൺ സെയിൻറ്റ് ഓഫ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ച്, എസ്പെഷ്യലി മലങ്കര ഓർത്തഡോക്സ് ചർച്ച്, ഈസ് സെയിൻറ്റ് മേരി. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊള്ളുക. കണ്ടോ, ബേസിക് സാധനം അറിഞ്ഞുകൂടാ. പേട്രൺ സെയിൻറ്റ് ഓഫ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ഈസ് സെയിൻറ്റ് മേരി. അങ്ങനെ ആകുമ്പോൾ സെയിൻറ്റ് മേരി ആരാകുന്നു എന്ന് നമ്മൾ പഠിക്കുകയും ആ സെയിൻറ്റ് മേരിയുടെ, അതായത് പരിശുദ്ധ മാതാവിൻ്റെ വ്യക്തിത്വ പ്രാഭവത്തെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ്
മലങ്കര ഓർത്തഡോക്സ് സഭ പരിശുദ്ധ മാതാവിനെ പേട്രൺ സെയിൻ്റായിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ പഠിപ്പിച്ച് തരുവാൻ ഇപ്പോൾ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. പരിശുദ്ധ മാതാവിനെ നമ്മൾ എത്രയും പുകഴ്ത്തുന്നതിൻ്റെ കാര്യം മാതാവിനെ പുകഴ്ത്തുവാൻ അല്ല. മാതാവിൻ്റെ കന്യകാത്വത്തെ പരിശുദ്ധ സഭ ഏറ്റുപറയുന്നതും അതിൽ ഉറച്ചു വിശ്വസിക്കുന്നതും പരിശുദ്ധ മാതാവ് കന്യകയാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല. പിന്നെന്താണ്? കർത്താവിൻ്റെ ശ്രേഷ്ഠതയെ ഉയർത്തുവാൻ വേണ്ടിയാണത്. ദൈവത്തിൻ്റെ ജനനം, ദൈവജനനി, ദൈവപ്രസവത്രി, ദൈവമാതാവ് എന്ന് പറയുമ്പോൾ ആ കർത്താവിൻ്റെ ജനനത്തിൻ്റെ ശ്രേഷ്ഠതയെ നമ്മളിനി ഉടനെ ജനനപ്പെരുന്നാളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. എന്തൊരത്ഭുതം, എന്തൊരാശ്ചര്യം! കർത്താവിൻ്റെ ജനനമാണ് കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. അതായത് മനുഷ്യാവതാരം അല്ലെങ്കിൽ ഇൻകാർണേഷൻ എന്ന് പറയും. അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മളിതിനെ അത്ഭുതമായിട്ടൊന്നും കണ്ടിട്ടില്ല. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് ഫിലിപ്പിയർ 2:5 വായിച്ചു വിടുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി, സീരിയസ്നെസ് നമുക്ക് പിടികിട്ടത്തില്ല. കാരണം ദൈവത്തിന് ജഡവുമായിട്ട് ബന്ധമില്ല. കാരണം ജഡം ആത്മാവ്, ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു. 2 Corinthians 3:17 കർത്താവ് ആത്മാവാകുന്നുവെങ്കിൽ ആ ആത്മാവും ജഡവും തമ്മിൽ അങ്ങനെ എളുപ്പം യോജിക്കാൻ പറ്റത്തില്ല. കാരണം ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നതാണ്. എന്നിട്ടും ആ ജഡത്തിലേക്ക് താഴ്ന്നിറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ച് അത് അനുയോജ്യമല്ല, അപ്രാപ്യമല്ല, പക്ഷേ അനുയോജ്യമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്രാപ്യമല്ല, പക്ഷേ അനുയോജ്യമല്ല. എന്നിട്ടും അതിനെ യോജ്യമാക്കി. ഞാനതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, മണിമാളികയിൽ വസിക്കുന്ന ഒരാൾ, വളരെ സുഖലോലുപതയിൽ വസിക്കുന്ന ഒരാൾ, അയാളെ ഇപ്രകാരം വിധിക്കുകയാണ്: നാളെ തൊട്ട് നിൻ്റെ വാസസ്ഥലം സെപ്റ്റി ടാങ്കിലാണ്, ജയിലിൽ പോലും അല്ല, സെപ്റ്റി ടാങ്കിലാണ് എന്ന് അയാൾക്ക് ഒരു വിധി എഴുതി കൊടുത്താൽ അയാളത് ശിരസാവഹിച്ച് വരുന്നത് പോലെ വേണമെങ്കിൽ ദൈവം അത്രയ്ക്കും ചുരുങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്തു സ്നേഹം വർദ്ധിക്കുവാൻ മനുഷ്യാവതാരത്തെ ശരിക്കും ധ്യാനിക്കണം. അതുകൊണ്ടാണ് ജനന പെരുന്നാളിന് ഇത്രയും പ്രാധാന്യമുള്ളത്. വേറെ ആരുടെയും പെരുന്നാളിന് സഭ പ്രാധാന്യം കൊടുക്കുന്നില്ല, ജനനത്തിൻ്റെ, കർത്താവിൻ്റെ ഒഴിച്ച്. ഈ ജന്മം എന്തൊരാശ്ചര്യം, അത്ഭുതമായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥനയിലും ആരാധനയിലും ഏറ്റുപാടുന്നുമുണ്ട്. ഓക്കെ, ആമുഖമായ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആമുഖത്തിന് മറ്റൊരു ആമുഖം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ ഒരു പദപ്രയോഗം നടത്തും, അത് കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണം. മാറ്റർ പോപ്പുലി ഫിലഡിസ് കേട്ടിട്ടുണ്ടോ? തലകറങ്ങി വീഴുകയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം എന്തുവാന്നുള്ളത്. മാറ്റർ പോപ്പുലി ഫിലഡിസ് കേട്ടിട്ടില്ല. ഞങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ കഞ്ഞിയും കലം വയ്ക്കുന്നതിൻ്റെ ഇടയിൽ മാറ്റർ പോപ്പുലി ഫിലഡിസ് പറയാൻ പോലും പറ്റുന്നില്ല. ഒന്നുമില്ല, ഇത്രയുള്ള കാര്യം. ഈ അടുത്തിടെയായിട്ട് കത്തോലിക് സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് ചില കാര്യങ്ങൾ അവരുടെ സഭയിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില തിരുത്തലുകൾ വരുത്തി ഒരു ഓർഡിനേഷൻ ഇറക്കി. അത് മനസ്സിലായിരുന്നു? അതിനെപ്പറ്റി കേട്ടായിരുന്നോ? ആ ഓർഡിനേഷൻ്റെ പ്രൊക്ലമേഷൻ്റെ പേരാണ് മാറ്റർ എന്ന് പറഞ്ഞാൽ. മാറ്റർ എന്ന് പറഞ്ഞാൽ വസ്തു എന്നല്ല, അത് ലാറ്റിൻ വാക്കാണ്, മദർ എന്നുള്ളതാണ്. മദർ പോപ്പുലി ഫിലഡിസ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അമ്മ എന്നാണ്. അതങ്ങനെ മാറ്റുവാനുള്ള സാഹചര്യവും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആ സഹോദരീ സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഏർപ്പെടുത്തിയൊരു കാര്യമാണ്. അതിനകത്ത് നമ്മൾ പഠിക്കുവാനുള്ള കാര്യം, നമ്മളുടേതുമായിട്ട് ബന്ധപ്പെടുത്തി
ചില കാര്യങ്ങൾ നമുക്കിന്നൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പൗരസ്ത്യ ഓർത്തഡോക്സ് ദർശനത്തിൽ ദൈവമാതാവിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ശുദ്ധസ്ഥാനം എപ്രകാരമായിരുന്നു, അത് അന്ന് കൊടുത്തത് ഇന്നേ വരെയും മാറ്റിയിട്ടില്ല. ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടില്ല, ചേഞ്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല, അങ്ങനൊരു സംഗതിയിലേക്ക് വരുന്നുമില്ല. പരിശുദ്ധ മാതാവിനെ സഭ കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ കൂട്ടുവേലക്കാരിയായിട്ട് കാണുന്നുണ്ട്, ഇല്ലയെന്നില്ല. പക്ഷേ നമ്മുടെ സഹോദരി സഭ അത് വിശ്വസിച്ചിരുന്നത് സഹരക്ഷക എന്നുള്ളതാണ്. നിങ്ങളിതെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുമല്ല, ഇതൊന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയത്തിലേക്ക് വരുവാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ആ സഹരക്ഷക എന്നുള്ളതിനേക്കാളിൽ നമ്മൾ പറയുന്നത് കർത്താവിൻ്റെ രക്ഷാപദ്ധതിയോടുകൂടി, രക്ഷാപദ്ധതി എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇക്കോണമി ഓഫ് സാൽവേഷൻ. എന്താണ് ഇക്കോണമി ഓഫ് സാൽവേഷൻ? രക്ഷാപദ്ധതി. രക്ഷാപദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പേ, സൃഷ്ടി നടക്കുന്നതിന് മുമ്പേ ദൈവം കർത്താവിൻ്റെ ക്രൂശുമരണം ഉൾപ്പെടെ രണ്ടാമത്തെ വരവ് വരെ പദ്ധതിയിട്ട ആ രക്ഷാപദ്ധതി, ഇതെല്ലാം ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൻ്റെ പ്ലാനിങ്ങിൽ മുന്നമേ ഉണ്ടായിരുന്നതാണ്. എഫേസ്യ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് പൗലോസ്ലീഹ പഠിപ്പിച്ചിട്ടുണ്ട്. മുൻ നിശ്ചയം എന്താണ്, മുൻ നിർണയം എന്താണ്, കാലസമ്പൂർണത എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അതിൽ പഠിക്കണമെന്ന് വല്ല താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ എഫേസ്യ ലേഖനത്തിൻ്റെ ഒരു പഠനം തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾ ഓർത്തഡോക്സ് പ്രൈസസ് എന്നൊരു ചാനലുണ്ട്. അതിൽ സ്റ്റഡി ഓഫ് ഗോസ്പൽ ഓഫ് എഫേഷ്യൻസ് എന്ന് പറഞ്ഞതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കാലസമ്പൂർണത, മുൻ നിർണയം, മുൻ നിശ്ചയം മുതലായ കാര്യങ്ങൾ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം മുന്നമേ പൂർത്തിയാക്കിയത് കാലസമ്പൂർണതയിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിന് സഹകരിച്ച ആളാണ് പരിശുദ്ധ ദൈവമാതാവെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്, അല്ല സഹരക്ഷകയല്ല. അങ്ങനെ അത് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സഹോദരി സഭ ആ വിശ്വാസികളെ വേറെ രീതിയിൽ പഠിപ്പിച്ച് മധ്യസ്ഥയാണെന്നും എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നുള്ള കാര്യങ്ങളെല്ലാം മാറ്റി അത് വിശ്വാസികളുടെ മാതാവ്, ആത്മീയ അമ്മ, വിശ്വാസ ജനതയുടെ അമ്മ എന്നൊക്കെ അവർ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ മാതാവിന് കൊടുത്തിരിക്കുന്ന ഇദംപ്രദമായ പരമപ്രധാനമായ ടൈറ്റിൽ എന്താണ്? ചോദ്യമാണ്. പരിശുദ്ധ മാതാവിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിക്കുന്ന ടൈറ്റിൽ ഏതാണ്? വാട്ട് ഈസ് ദ മെയിൻ ടൈറ്റിൽ ഗിവൺ ബൈ ഓർത്തഡോക്സ് ചർച്ചസ് ടു സെയിൻറ്റ് മേരി? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. എന്താണ്? കുറച്ച് പറയൂ. ദൈവമാതാവ് എന്നാണ്. എനിക്ക് തോന്നുന്നു ഉത്തരം പറയാൻ ഇനി ഇവിടെ നിന്ന് മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഒരു മൈക്ക് എടുത്ത് കയ്യിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും സിസ്റ്ററിന്. നിങ്ങൾ ആരും ഒന്ന് വാ തുറന്ന് പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല. പേടിച്ചിട്ടാണോ അല്ലാത്തതാണോ ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ഉത്തരം പറയാം. ഇത് ക്ലാസ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ പരിശുദ്ധ സഭ മാതാവിന് അല്ലെങ്കിൽ കന്യക മറിയാമിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ടൈറ്റിലാണ് ദൈവമാതാവ്, അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ തെയോടോക്കോസ് എന്ന് പറയും. തെയോസ് എന്ന് പറഞ്ഞാൽ ഗോഡ് എന്നാണ് അർത്ഥം. ടോക്കോസ് മീൻസ് വില്ലിംഗ്ലി ക്യാരിയിങ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ വഹിക്കുന്നതിനെയാണ് ടോക്കോസ് എന്ന് പറയുന്നത്. ഇത് ദൈവമാതാവിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ്. ഇതുകൂടാതെ പല ടൈറ്റിലും നമ്മൾ ദൈവമാതാവിന് കൊടുത്തിട്ടുണ്ട്, ഇല്ലയെന്നില്ല. അതായത് നമ്മൾ പാമ്പാക്കുട നമസ്കാരം വായിക്കുമ്പോൾ ഒരുപാട് ദൈവമാതാവിനെ വർണ്ണിച്ചുകൊണ്ടുള്ള ടൈറ്റിൽസ് കാണാം. വിശ്വാസികളുടെ മാതാവ്, സഹോദരന്മാരുടെ രാജ്ഞി, പരിശുദ്ധ പിതാക്കന്മാരുടെ രാജ്ഞി, മാലാഖമാരുടെ രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആലങ്കാരിക വർണ്ണനകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കേണ്ട 2-3 വർണ്ണനകൾ ഉണ്ട്.
അതിലൊന്നാണ് ദൈവമാതാവ്, തെയോട്ടോക്കോസ്. നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധനയിലെല്ലാം ദൈവമാതാവിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആരാധന ശ്രദ്ധിച്ചാൽ മതി. അതിലെല്ലാം ദൈവമാതാവ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ദൈവമാതാവിൻ്റെ ആ സാന്നിധ്യം എപ്പോഴും പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ലിറ്റർജിയിൽ ഉൾപ്പെടുത്തി കുത്തിക്കയറ്റി ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം റെപ്പറ്റീഷനാണ്. റെപ്പറ്റീഷൻ എന്നുള്ളതല്ല അതിനകത്തെ കാര്യം. ദൈവമാതാവിനെ കൂടാതെ ക്രിസ്തുവിനോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ആരാധനയും പൂർത്തീകരിക്കപ്പെടില്ല. അത് ദൈവമാതാവിനെ വെച്ച് അറ്റത്തോട്ട് വയ്ക്കുന്നത് പോലല്ല, അത് അവിടെ ഇവിടെ എല്ലാം കാണും. അതാ ആരാധനയുമായിട്ട് മുഴുവൻ ലയിച്ച് കലങ്ങി കിടക്കുക, അല്ലാതെ അറ്റത്തോട്ട് വെച്ചേക്കുന്ന പോലല്ല. ഇപ്പോൾ ഈ എന്താ പറയുക, ഒരു ഫ്രൂട്ടുണ്ടല്ലോ, പറങ്കി ഫ്രൂട്ട്. ആ പഴത്തിൻ്റെ പുറത്താണ്, വെളിയിലാണ് ഇരിക്കുന്നത്. അത് ഞാൻ പഴത്തിൻ്റെ ഭാഗമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇരിക്കുന്നത് പോലെയുള്ള ഒരു സെറ്റപ്പല്ല ദൈവമാതാവിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ആരാധന. ആരാധനയിൽ ഞാനുണ്ടേ എന്ന് പറയുന്ന ഒരു രീതിയല്ല. ആരാധന മുഴുവൻ നിറഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങൾ പ്രഭാതനമസ്കാരം തൊട്ട് 6 മണി വരെ നോക്കി എത്ര തവണ ദൈവമാതാവിനെ നമ്മൾ പറയുന്നുണ്ട്. സീനാഗിരി പിന്നെ സീനാഗിരിയിൽ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ദൈവത്തെ പെറ്റൊരു മാതാവാം അത് പാടി അങ്ങോട്ട് കഴിയുമ്പോൾ മോശ ചമച്ചോര പേടകദൃഷ്. അപ്പോൾ ഇതെല്ലാം ആരാധനയിൽ ഇങ്ങനെ കലങ്ങി ഒരുമിച്ച് കിടക്കുകയാണ്. സത്യത്തിൽ ശ്രദ്ധിച്ച് കേട്ടോണം, ക്രിസ്തു ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആദിമസഭയിൽ നെസ്തോർ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് സഭയിൽ ആദ്യം ഡിവിഷൻ ഉണ്ടാകാൻ കാരണം. ഇതെല്ലാം ഒരു സഭയായിരുന്നല്ലോ, എല്ലാം ഒരു സഭയായിരുന്നു. പിന്നീട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം നെസ്തോർ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ സ്ഥലത്തെ പാത്രിയർക്കീസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമേനി ആയിരിക്കുന്നത് പോലെ AD 5-ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റാന്റിനോപ്പിലെ ബിഷപ്പായിരുന്നു, അതായത് പാട്രിയർക്ക് ആയിരുന്നു നെസ്തോർ. നെസ്തോറിനൊരു സുപ്രഭാതത്തിൽ തോന്നി, ഈ പരിശുദ്ധ കന്യകമറിയാമിനെ ദൈവമാതാവെന്ന് വിളിക്കുന്നത് ശരിയല്ല. ഈ ദൈവമാതാവെന്ന് ആരാ വിളിച്ചത്? ഇത് ട്രഡീഷണലായിട്ട് കൈമാറി വന്നതാണ്. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ പരിശുദ്ധ മാതാവിനെ ദൈവത്തിൻ്റെ മാതാവ് എന്ന് വിളിച്ച് കൈമാറി വന്നതാണ്. യോഹന്നാൻ്റെ കൂടെ ആയിരുന്നു പരിശുദ്ധ മാതാവ് താമസിച്ചുകൊണ്ടിരുന്നത് എഫേസൂസിൽ. യോഹന്നാൻ്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു പോളികർപ്പോസിൻ്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു അഗ്നിമയനായ ഇഗ്നാത്തിയോസ്. ഇവരെല്ലാം പരിശുദ്ധ മാതാവിനെ ദൈവമാതാവെന്ന് അഭിസംബോധന ചെയ്ത് ആ ആരാധനയിലും പ്രാർത്ഥനയിലും മാതാവിനോടുള്ള മധ്യസ്ഥതയും അഭയയാചനയും ഒക്കെ കഴിച്ചുകൂട്ടി ആ വിശ്വാസം ഇങ്ങനെ പിന്തുടരുമ്പോൾ കോൺസ്റ്റാന്റിനോപ്പിലെ പാത്രീസായിരുന്ന നെസ്തോർ വിചാരിച്ചു ഇത് ശരിയല്ല, പിന്നെ എങ്ങനെ വിളിക്കണം? നെസ്തോർ പറഞ്ഞു, ഈ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമാണെങ്കിലും ക്രിസ്തു ജഡാവതാരം ചെയ്തപ്പോൾ ആ ജഡത്തിൻ്റെ അമ്മ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ, ക്രിസ്തു എന്ന മനുഷ്യപുത്രൻ്റെ അമ്മ മാത്രമാണ് ഈ പരിശുദ്ധ കന്യകമറിയാം, അല്ലാതെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, ഒരു പഠനം കൊണ്ടുവരുമ്പോൾ, ഒരു പുതിയ ചിന്ത കൊണ്ടുവരുമ്പോൾ കുറേ ആളുകളെല്ലാം അതിൻ്റെ പുറകെ പോകും. അങ്ങനെ ഒരുപാട് പേരെ അദ്ദേഹം അനുയായികളായിട്ട് കൂട്ടി. അപ്പോഴാണ് അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന സിറിൽ ഓഫ് അലക്സാണ്ട്രിയ,
തൽക്കാലം നിങ്ങൾ മനസ്സിലോട്ട് വെച്ചോ. സിറിൽ ഓഫ് അലക്സാണ്ട്രിയ ഇതിനെതിരെ നെസ്തോറിനെതിരെ രംഗത്ത് വന്നിട്ട് നെസ്തോറിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ പറ്റില്ല, സഭയിൽ ഇത് ഒരു സഭയാണെന്ന് ഓർക്കണം, അന്നേരം ഒറ്റ സഭയാണ്, സഭയിൽ പരിശുദ്ധ മാതാവിനെ ദൈവമാതാവ് തന്നെ അഭിസംബോധന ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കം തുടർന്നു കഴിഞ്ഞപ്പോൾ ഒരു സിനഡ് കൂടുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് AD 431 എഫേസസിൽ വെച്ച് ഒരു സിനഡ് കൂടുന്നത്. നമ്മൾ പുണ്യപ്പെട്ടവയും എന്ന് പറയുന്ന 3 സുന്നോദോസുകളിൽ ഒന്നാണ് എഫേസസ്. അതിൽ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ വളരെ ശക്തമായി വാദിച്ച് നെസ്തോറിൻ്റെയും കൂട്ടരെയും അവരുടെ വാദത്തെ തോൽപ്പിച്ചു. പക്ഷേ നെസ്തോർ വെറുതെ ഇരുന്നില്ല. കുറേ അനുയായികൾ പുറകെ പോകുമല്ലോ. നമ്മളിപ്പോൾ കേസിൽ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അനുയായികൾ മാറിപ്പോകത്തില്ലല്ലോ. നമ്മുടെ സഭയിൽ നോക്കിയാൽ നമുക്കത് അറിയാം അല്ലേ. കേസ് ജയിക്കുമോ തോറ്റുക്കുമോ എന്നുള്ളതൊന്നും വിഷയമല്ല. കേസ് തോറ്റാലും കേസ് ജയിച്ചാലും ഒക്കെ അനുയായികൾ അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ നെസ്തോറിൻ്റെ പുറകെയുള്ള അനുയായികൾ അങ്ങനെ തന്നെ നിന്നു. അവർ ഒരു ചെറിയ അയവിലേക്ക് നെസ്തോർ വരുന്നുണ്ട്. അയവെന്ന് പറഞ്ഞാൽ സിറിൽ ഓഫ് അലക്സാണ്ട്രിയയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മനുഷ്യമാതാവെന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ക്രിസ്തുവിൻ്റെ മാതാവെന്ന് വേണമെങ്കിൽ വിളിക്കാം, പക്ഷേ ദൈവമാതാവെന്ന് വിളിക്കില്ല. ക്രിസ്റ്റോറ്റോക്കോസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. മറ്റേത് ആന്ത്രോപ്പോറ്റോക്കോസ് എന്നായിരുന്നു, മനുഷ്യൻ്റെ മാതാവ്. അതിനും സിറിൽ ഓഫ് അലക്സാണ്ട്രിയ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഈ ഗ്രൂപ്പെല്ലാം കൂടി എംപറർ മാർസിയോൺ, ഇതൊന്നും നിങ്ങളിപ്പം തലേ കയറ്റി ഇതൊക്കെയാണോ ഞങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിരിക്കേണ്ട. എൻ്റെ സബ്ജക്റ്റ് വരാൻ പോകുന്നത് ഇതൊന്നുമല്ല, നിങ്ങൾക്ക് നല്ലതായിട്ട് പ്രയോജനമുള്ളൊരു സംഗതി വരാൻ പോകുന്നുണ്ട്. എംപറർ മാർസിയോൻ്റെ നേതൃത്വത്തിൽ പോപ്പ് ലിയോ I പുതിയൊരു ഡിക്രി ഇറക്കിയുണ്ടായി. അതാണ് കാൽസിഡോണിയൻ സിനോഡ് AD 449. ആ സിനഡിലാണ് സഭ ആദ്യമായിട്ട് പിളരുന്നത്. അങ്ങനെയാണ് വെസ്റ്റേൺ ചർച്ചസ് എന്നും ഓറിയൻ്റൽ ചർച്ചസ് എന്നും പറഞ്ഞ് 2 ഗ്രൂപ്പായിട്ട് മാറുന്നത്. ഇത് ഈ ക്രിസ്തു ശാസ്ത്രവുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിലാണ് സിറിൽ ഓഫ് അലക്സാണ്ട്രിയയും അതുപോലെ തന്നെ മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് പ്രസംഗിച്ചവനായ നമ്മുടെ പാത്രികീസ് മാർ സേവ്യരിയോസ് മുതലായവരെല്ലാം അത് അസന്നിഗ്ധമായിട്ട് ആ രീതിയിൽ ഏറ്റെടുത്തു. ഞാനതിനെ ഒരാമുഖമായി പറഞ്ഞിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയാണ്. മുമ്പ് സൂചിപ്പിച്ചു, ദൈവമാതാവ് എന്നുള്ള ഒറ്റ ടൈറ്റിലിന് കീഴിലാണ് ബാക്കി വിവിധ ടൈറ്റിൽസ് വരുന്നത്. ഇതാണ് പ്രധാന ടൈറ്റിൽ. പരിശുദ്ധ മാതാവ് ദൈവത്തെ പ്രസവിച്ചവളാണ്. കാരണം ക്രിസ്തുവിൽ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്നു, അത് സെപ്പറേറ്റ് ചെയ്യുവാൻ പറ്റില്ല എന്നാണ് ഓർത്തഡോക്സ് സഭകൾ, ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നത്. എന്നാൽ വെസ്റ്റേൺ ചർച്ചസ് ഇൻക്ലൂഡിങ് ലാറ്റിൻ ആൻഡ് റോമൻ കാത്തലിക് ചർച്ച് ടീച്ചസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദീസ് ആർ 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അതായത് കുറച്ചും കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഭക്ഷണം കഴിച്ചത് മനുഷ്യൻ, ഉയർത്തെഴുന്നേറ്റത് ദൈവം. അല്ലെങ്കിൽ ലൗകികമായ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മനുഷ്യപരമായ കാര്യം, അതേസമയം വെള്ളത്തിൽ കൂടി നടന്നത് ദൈവം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിച്ചു. എന്നാൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് സമ്മിശ്രമായിരിക്കുന്നു. നിൻ്റെ ദൈവത്വം മനുഷ്യത്വത്തിൽ ഒന്നിച്ചിരിക്കുന്നു, ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അൻപുടയോനെ നിങ്ങൾ പാടുമ്പോൾ അകത്ത് പുരോഹിതന്മാർ നടത്തുന്ന ശുശ്രൂഷയ്ക്കകത്തൊരു പ്രാർത്ഥനയുണ്ട്. അവൻ ഗോകുൽത്തായിൽ മരിച്ചു, തൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു, എന്നാൽ തൻ്റെ ശരീരത്തിൽ നിന്നോ തൻ്റെ ആത്മാവിൽ നിന്നോ ദൈവത്വം വേർപെട്ടില്ല. ഇതാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുടെ ഫെയ്ത്ത്. എങ്ങനെയാണ്? നിങ്ങളൊന്ന് പറയാമോ? തൻ്റെ ആത്മാവ് പറഞ്ഞേ തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു. എപ്പോൾ? കുരിശുമരണത്തിൻ്റെ സമയത്ത്. ഉറച്ചു പറഞ്ഞേ, ഇതൊന്ന് തല കയറട്ടെ. തൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തിൽ നിന്നും വേർപെട്ടു, എന്നാൽ തൻ്റെ ആത്മാവിൽ നിന്നോ
തൻ്റെ ശരീരത്തിൽ നിന്നോ ദൈവത്വം വേർപെട്ടില്ല. യോസച്ചൻ എത്രയോരം നിങ്ങളോട് പറഞ്ഞൊന്ന് മിണ്ടാതിരിക്കാൻ. ഇതിൻ്റെ ഇരട്ടി ശബ്ദം ഉണ്ടായിരുന്നു അന്നേരം. ദൈവവചനം പറയാൻ പറഞ്ഞപ്പോൾ, കർത്താവിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു ചെറിയ നാണവും ഒരു ചെറിയ ബുദ്ധിമുട്ടും ഒക്കെ. ഒന്നുകൂടെ പറയാമോ? ഉറക്കവും പോവും. തൻ്റെ ആത്മാവിൽ നിന്ന് തൻ്റെ ശരീരം വേർപെട്ടു, എന്നാൽ തൻ്റെ ആത്മാവിൽ നിന്നോ തൻ്റെ ശരീരത്തിൽ നിന്നോ ദൈവത്വം വേർപെട്ടില്ല. നിങ്ങൾ അൻപുടയോനേ നിൻവാതിൽ എന്ന് പാടുമ്പോൾ അകത്ത് കർത്താവിൻ്റെ ശരീരം എടുത്ത് മുറിക്കുക. കണ്ണിപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയും. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞത്. വേദശാസ്ത്രമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമല്ല, സ്തുതിപ്പുകളുണ്ട്, അപേക്ഷകളുണ്ട്, പ്രബോധനങ്ങളുണ്ട്, ശാസനകളുണ്ട്, വേദശാസ്ത്രങ്ങളുണ്ട്. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാൻ ഈ നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിന്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് നീ നൽകണമേ. പ്രാർത്ഥനയാണല്ലേ. അതേസമയം തൃത്വവുമായി സ്ഥിതി ചെയ്യും പ്രതിസുത പരിശുദ്ധാത്മാവാം സത്യേവൻ. ആ തൃത്വൈകത്വമേകത്വ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാക്കിട്ട് ഉടക്കിപ്പിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ദൈവശാസ്ത്രമാണ്. പാതകനാം രൂപേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകി, എങ്കിൽ ജീവനെഴുന്നിൻ ബലിയാലേ വിശ്വാസികളായി മരിച്ചോർക്കങ്ങെത്ര ഗുണം കൂട്. എല്ലാം പിടികിട്ടിയോ? ഇനി അത് പറയാനൊന്നും സമയമില്ല, ശാസ്ത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അതിലേക്ക് പ്രവേശിച്ചാൽ വേറെ റൂട്ടിൽ പോകും. അപ്പോൾ നമ്മൾ ദൈവമാതാവ് എന്നുള്ള ഒറ്റ ടൈറ്റിലിൻ്റെ കീഴിൽ പ്രധാനപ്പെട്ട മറ്റൊരു ടൈറ്റിൽ അതോടൊപ്പം സ്ഥിതി ചെയ്യുന്നതുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ഞാൻ ഹിൻഡ് തരാൻ വേണമെന്നുണ്ടെങ്കിൽ, ദൈവമാതാവ് എന്ന ടൈറ്റിലിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു ടൈറ്റിൽ ഉണ്ട്. അതേതാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് മാതാവിനെ ഇതിനോട് ദൃഷ്ടാന്തപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞട്ടെ, ഒന്ന് ഉറച്ച് പറഞ്ഞല്ലായിരുന്നു. സാക്ഷ്യപ്പെട്ടകം പറഞ്ഞോ? അയ്യോടാ, സാക്ഷ്യപ്പെട്ടകം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരം സാ, പിന്നെ ക്ഷ. അറിയില്ലേ? മലയാളമൊക്കെ അറിയാമല്ലോ അല്ലേ? അന്ന് ഉറച്ച് പറഞ്ഞേ സാക്ഷ്യപ്പെട്ടതെന്ന്. സാക്ഷ്യപ്പെട്ടകം. ഇത് എന്താണ് സംഭവം? ഈ സാക്ഷ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കൂടാതെ മറ്റ് അനേക ടൈറ്റിൽസ് ഉണ്ട് കേട്ടോ. റൂഹായുടെ ശോശപ്പ, റൂമാൽ ഓഫ് സ്ലൈമൂൻ, അങ്ങനെ പിന്നീട് അലഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് ഈ സാക്ഷ്യപ്പെട്ടകം? നിങ്ങൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യം എടുക്കുക. 25-ാം അധ്യായം 10-ാം വാക്യം. മിക്കവാറും ഞാൻ തന്നെ വായിക്കേണ്ടി വരും അല്ലേ? എന്നാൽ വായിച്ചു. ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. നിങ്ങൾ ആ മൈക്കൊന്ന് എടുക്കാമോ? ഞാനത് ഒന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. വീണ്ടും റിപ്പീറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഈ അനുസരണം എന്ന് പറയുന്നൊരു സംഗതി ഉള്ളത് നല്ലതായിരിക്കും എന്നെനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ട്. ഇനി എന്നെക്കൊണ്ട് പറയിക്കരുത്. ഇനിയും വായിച്ചോളൂ. 25-ാം അധ്യായം 10 മുതൽ. കതിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. ഇത് ആരോട് പറയുന്നതാണ്? യഹോവ മോശയോട് കൽപ്പിക്കുന്നതാണ്. അത്രയും മതി. ഒരു പെട്ടകം ഉണ്ടാക്കുകയാണ്. ആ പെട്ടകം എത്രമാത്രം നീളം, എത്രമാത്രം ഉയരം, അതിന് മുകളിൽ കൃപാസനം, അതിൻ്റെ പൊന്നുകൊണ്ട് മൂടണം എന്നുള്ള കാര്യങ്ങളും ഏത് തടി കൊണ്ടുണ്ടാക്കണം വളരെ വ്യക്തമായിട്ട് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് മോശ ഉണ്ടാക്കിയ പെട്ടകമാണ് സാക്ഷ്യപ്പെട്ടകം. മോശ ചമച്ചോര മോശ ചമച്ച പേടകം പരിശുദ്ധ മാതാവെ നിന്നോട് ദൃഷ്ടാന്തമായിരിക്കുന്നു എന്നാണ്, അല്ലേ? മറ്റൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലെങ്കിൽ ആരാധനാഗീതം ഉണ്ടല്ലോ. മാതൃവിശുദ്ധ സ്തുതി സംബന്ധം
അടുത്ത സ്റ്റാൻസ ഭാഗ്യവതി. പാടുന്നത് എന്താണെന്ന് ആലോചിച്ച് പാടണം. ഭാഗ്യവതി മറിയാമേ, നിഴലായി മൂശ പണിഞ്ഞ പെട്ടിയതാൽ നീ ചിത്രീകൃതയായി. ഗൂഢാർത്ഥത്തിൽ, അതായത് പരിശുദ്ധ മാതാവേ നീ ഭാഗ്യവതിയാകുന്നു, നീ മോശയുണ്ടാക്കിയ ആ പെട്ടകത്തോട് രഹസ്യാത്മകമായി ആയിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് രഹസ്യാത്മകമായി ആയിരിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നാണ് എൻ്റെ ധാരണ. അത് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. അത് ഒരുപാടടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ അത് ക്ലാസ് എടുത്ത് മടുത്തു, ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. വൈ സെൻറ്റ് മേരി ഈസ് ഫീച്ചേർഡ് ഓർ ആട്രിബ്യൂട്ടഡ് ഓർ എക്സാമ്പിൾഡ് വിത്ത് ദ കവനൻറ്റ് ബോക്സ് മെയ്ഡ് ബൈ ബോസസ് എന്നുള്ളതിൻ്റെ പഠനങ്ങൾ നമുക്കറിയാം. ഇത്രയുള്ളതിനകത്ത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പെട്ടകത്തിനകത്ത് എബ്രായർ 9:4 വായിച്ച്, അവിടെയാണ് അത് 3 കൂട്ടം കാര്യങ്ങളുമായിട്ട് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പലയിടത്തുനിന്നും പെറുക്കി വായിക്കേണ്ടി വരും. എബ്രായർ 9:4 ഒരാൾ വായിച്ചേ. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ ദീപപ്പെട്ടകവും അതിനകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും ഉണ്ടായിരുന്നു. മന്നാ നിക്ഷേപിത ചേപ്പും മുള പൂണ്ടോരാഹരോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപേട്ടി ശ്ലേമോൻ തൻറോ. ഇതൊക്കെ അറിഞ്ഞാണോ പാടുന്നത്? ആണോ? അപ്പോൾ അത് നിങ്ങൾക്കറിയാം. ഇനി ഞാൻ അതിനെപ്പറ്റി വർണ്ണിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് മാത്രം അറിഞ്ഞാൽ പോരാ. പെട്ടകത്തെപ്പറ്റി പെട്ടകത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കളിൽ എന്തുമാത്രം അവരെ സഹായിച്ചു എന്നുള്ളതും അതുണ്ടാക്കിയ കാലം മുതൽ ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇന്നത്ര തീയതി 21/11/2025 വരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കും. എന്നോട്ടുള്ളത് 2300 BC തൊട്ട് 2025 AD, ഏകദേശം 3500 വർഷത്തിന് ഞാനിപ്പോൾ നിങ്ങളോട് 1 മണിക്കൂർ തന്നാൽ ഒരുവിധം ഒപ്പിക്കാം. തരുമോ? തരത്തില്ല? തന്നേക്കാം. അച്ഛന് വേണേൽ പറഞ്ഞു ചോന്നുള്ളത്. ഒരു ഉഷാറില്ല, പ്രായത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ പെട്ടകം എന്തിനാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അറിയാമോ? നമ്മൾ വേറെ റൂട്ടിലാണ് പോകുന്നത് കേട്ടോ. നിങ്ങളെ ഒരു വണ്ടിയെ കയറ്റാൻ പോയാൽ ഇത് നോഹ ഉണ്ടാക്കിയ പേടകം പോലെ അത് വലിയൊരു കപ്പലായിരുന്നു. ഇപ്പോൾ ഈ കൊച്ചു പെട്ടകത്തിലോട്ട് നിങ്ങളെയും കയറ്റാൻ പോവാണ്. നിങ്ങൾ അതിനകത്ത് കയറിയിരുന്നു. ഇനിയിപ്പോൾ അതും കൊണ്ട് പോവുക. ഇസ്രായേൽ മക്കൾ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി ദൈവം തേജസ്സിൽ ആവസിക്കുവന്നത് ഈ പെട്ടകത്തിന്മേൽ ആയിരുന്നു. അവർ പാളയമടിക്കുമ്പോൾ സമാഗമന കൂടാരം നിർമ്മിക്കും. ആ സമാഗമന കൂടാരത്തിൻ്റെ മാതൃകയിലാണ് ഇന്നും നമ്മൾ ദേവാലയം ഉണ്ടാക്കുന്നത്. ഒരു പ്രാകാരം, ഒരു ശുദ്ധസ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്താണ് എന്ത് വെച്ചിരുന്നത്? സാക്ഷ്യപ്പെട്ടകം വെച്ചിരുന്നത്. അപ്പോൾ ആ സാക്ഷ്യപ്പെട്ടകത്തിനടുത്ത് നിന്നാണ് മോശ ദൈവത്തോട് സംസാരിക്കുന്നതും മേഘ സാന്നിധ്യത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതും മോശ ദൈവത്തോട് സംസാരിക്കുന്നതും. അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഇസ്രായേൽ ജനത്തോട് ദൈവം ഇന്നതാണ് പറഞ്ഞതെന്ന് അവരെ അറിയിക്കുമായിരുന്നു.
അങ്ങനെ കനാൻ നാട് വരെ പ്രത്യേകം അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ള ലേവി പുരോഹിതന്മാർ മാത്രം ഈ പെട്ടകം ചുമന്നുകൊണ്ട് ഏറ്റവും മുമ്പിൽ നടക്കും. ആ പെട്ടകം ഉണ്ടാക്കിയപ്പോൾ തന്നെ ദൈവമായ കർത്താവ് ആ ചുമക്കുവാനുള്ള ദണ്ഡ് എവിടെ, എങ്ങനെ, എത്ര വളയത്തിനുള്ളിൽ, ആ വളയത്തിൻ്റെ ഷേപ്പ്, അത് സ്വർണം കൊണ്ടുള്ളതാണോ അല്ലയോ, തടി കൊണ്ടുള്ള ദണ്ഡ്, ഇതെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത്ര ലേവ്യർ പുരോഹിതരായിരിക്കുന്നവർ അത് ചുമക്കണമെന്നുള്ള നിയമങ്ങളുമുണ്ട്. അങ്ങനെ അത് ചുമന്നുകൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോൾ പാളയം അവർ ചില സ്ഥലങ്ങളിൽ അടിക്കും. എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുവാൻ വേണ്ടി. എത്ര ദിവസമാണ് പാളയം അടിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ മേഘം എത്ര ദിവസം അവിടെ ഉണ്ടാകുമോ അത്രയും നാൾ അവിടെ പാളയം അടിക്കും. അതായത് മേഘം മൂവ് ചെയ്യുന്നില്ല. അത് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മേഘം ഒരു ദിവസമാണ് പാളയം അടിക്കുന്നതെങ്കിൽ അവർ ഒരു ദിവസം അവിടെ താമസിക്കും. ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ച താമസിക്കും. ഒരു മാസമെങ്കിൽ ഒരു മാസം. മേഘം അവിടുന്ന് അനങ്ങാത്തടത്തോളം ഒരു വർഷം വരെ നിന്നിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിലുണ്ട്. അത്രയും കാലം അവർ പാളയം അടിക്കും. അവിടെ ആ ദൈവത്തിന് അവർ ആരാധന നടത്തും. സമാഗമന കൂടാരത്തിൽ അവർ ഹോമബലി അല്ലെങ്കിൽ അവരുടെ ബലിയിൽ ഉള്ള ആരാധന അവിടെ നടത്തും. അങ്ങനെ അവർ ഈ പെട്ടകവുമായിട്ട് എവിടെ എത്തി? കനാനിലെത്തി. കനാനിൽ യോശുവ എല്ലാവർക്കും ദേശമെല്ലാം വിഭജിച്ചു കൊടുത്തു. എല്ലാ ഗോത്രത്തിനും ദേശം വിഭജിച്ചു കൊടുത്തു. എറിക്കോ പട്ടണം പിടിച്ചു, ഹായി പട്ടണം പിടിച്ചു. എല്ലാ ഗോത്രത്തിനും. എത്ര ഗോത്രം ഉണ്ടായിരുന്നു? എത്ര ഗോത്രം ഉണ്ടായിരുന്നു? ആർക്ക് പറയാം? ഇപ്പം 100 രൂപ തരും. 100 എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് 12 തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് തരാമെന്ന് പറഞ്ഞത്. 12 ഗോത്രമാണ്, പക്ഷേ വിഭജിച്ചു കൊടുത്തത് 12 ഗോത്രം നിങ്ങൾ എങ്ങനെയാണ് എണ്ണിയത്? ആരുടെ മക്കളുടെ കെയർ ഓഫിലാണ്? യാക്കോബിന് എത്ര മക്കളാണ്? 12 മക്കൾ. ഓരോ മക്കളുടെയും പേരിൽ ഓരോ ഗോത്രം. അപ്പം യോസഫിൻ്റെ ഗോത്രം ഇവിടെ മനശ്ശെയും എഫ്രൈം മനശ്ശെയും എന്ന് 2 ഗോത്രങ്ങളായിട്ട് യോസഫിൻ്റെ ഗോത്രം ഡിവൈഡ് ചെയ്ത് പെട്ടപ്പോൾ ടോട്ടൽ എത്ര ഗോത്രമായി? 14. കണക്കിലും പിറകിലാണല്ലേ? കണക്കിലും പിറകിലാണ്. കുഴപ്പമില്ല. അപ്പോൾ 13 ആകത്തുള്ളൂ. എഫ്രൈം മനശ്ശെയും യോസഫിൻ്റെ 2 മക്കൾ 2 ഗോത്രങ്ങളാകുമ്പോൾ ആകെ മൊത്തം ഗോത്രങ്ങളുടെ എണ്ണം 13. പക്ഷേ 12 കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ ഇവർക്കെല്ലാം യോശുവ സ്ഥലമൊക്കെ കൊടുത്തിട്ട് അവസാനമാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. അറിയാമോ? യോശുവയ്ക്കുള്ള താമസ സൗകര്യം എപ്പോഴാണ് യോശുവ എടുത്തത്? നിങ്ങൾ യോശുവയുടെ പുസ്തകം എടുത്തേ. ഈ 19-ാം അധ്യായം 49-ാം വാക്യം ഒന്ന് വായിക്കാമോ? എല്ലാവർക്കും യോശുവ പ്രാർത്ഥനയോടെ കഷ്ടപ്പെട്ട് ദേശമെല്ലാം വിഭാഗിച്ചു കൊടുത്തു കേട്ടോ. അവസാനം ഈ വിഭാഗിച്ചു കൊടുത്തവൻ അവസാനം എന്താണ്? അവർ ദേശത്തെ അതിർത്തിരിച്ച് കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. വേണം ഇന്ന പിടിച്ചോ, നിനക്കൂടെ എന്ന്. ആരാ? ഈ യോശുവയാണ് ഇവർക്കെല്ലാം അവകാശമായിട്ട് കൊടുത്തത്. ആ ലീഡർഷിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ദൈവീക ലീഡർഷിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ഒരു ഇടവകയിലെ മർത്തമറിയ സമാജം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ നയിക്കുന്നവരോടാണ്. ആരെ? ആ ഇടവകയിലെ സ്ത്രീജനങ്ങളെ നയിക്കുന്നവരും കൂടെയാണ് നിങ്ങൾ. ആ നയിക്കുന്നവരുടെ ദൈവികമായ ഒരു സ്വഭാവ രീതിയാണ് യോശുവ കാണിച്ചു തന്നത്. എല്ലാവർക്കും കൊടുത്തിട്ട് അവർ തരുന്ന അല്പം ദേശം യോശുവ ഏറ്റെടുക്കുകയാണ്. ഞാൻ പറയാൻ വന്ന സംഗതി അതല്ല. യോശുവ ദേശമൊക്കെ വിഭജിച്ചു കൊടുത്തു. താനും ഒരിടത്ത് സെറ്റിലായി. ഇപ്പോൾ പെട്ടകം എവിടെ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം ഉണ്ടാക്കിയ പെട്ടകമാണ്. പെട്ടകം എവിടെ? യോശുവ 18-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. 18-ാം അധ്യായം 1-ാം വാക്യം.
18-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പോൾ ശീലോവ് എന്നൊരു സ്ഥലം നിങ്ങൾ മനസ്സിൽ കയറ്റിക്കോണം. ശീലോവ് എന്താണ്? ശീലോവ് എന്നൊരു സ്ഥലം. ഈ സ്ഥലത്താണ് സമാഗമന കൂടാരം കനാൻ ദേശത്ത് വന്നതിന് ശേഷം യോശുവ നിർമ്മിച്ചത്. സമാഗമന കൂടാരം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? ഈ സാക്ഷ്യത്തിൻ്റെ പെട്ടകം ഇരിക്കുന്നത്. അപ്പോൾ അതവിടെ അങ്ങനെ ഇരുന്നു. നിങ്ങൾ ഏത് വണ്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്? നിങ്ങൾ ഏത് വണ്ടിയിലാണ് ഇരിക്കുന്നത്? അത് മറക്കരുത്. പെട്ടകമാണ്. പെട്ടകത്തിനുള്ളിൽ നിങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ എവിടെയാണ്? സാക്ഷ്യപ്പെട്ടകത്തിനുള്ളിൽ എവിടെയാണ്? ശീലോവിലിരിക്കുകയാണ് കേട്ടോ. 1800 BC കാലഘട്ടങ്ങളിൽ ശീലോവിൽ നിങ്ങൾ ഇരിക്കുകയാണ്. 2300 എന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അത് അബ്രഹാമിൻ്റെ കാലഘട്ടമാണ്. ഇത് 1800 സമയമൊക്കെയാണ്. മോശയുടെ കാലഘട്ടം എന്ന് തോന്നുന്നു. BC. അങ്ങനെ നൂറ്റാണ്ടുകൾ അവിടെ ഇരുന്നു. യോശുവയ്ക്ക് ശേഷം ന്യായാധിപന്മാരായിരുന്നു ഇസ്രായേൽ ജനത്തെ ഭരിച്ചിരുന്നത്, അല്ലേ? ഒക്നിയേൽ തുടങ്ങി ഇബ്താഹ്, ശിംശോന്, ഗിദയോന്, ഇങ്ങനെ വിവിധ ന്യായാധിപന്മാർ ഇസ്രായേൽ മക്കളെ ന്യായപാലനം ചെയ്തിരുന്നു. അവർക്ക് യുദ്ധങ്ങളുണ്ടായിരുന്നു. യുദ്ധങ്ങളുള്ള സമയത്ത് യുദ്ധം ജയിക്കുവാൻ വേണ്ടി ഇവർ ഈ പെട്ടകവും ചുമന്നുകൊണ്ടാണ് പോകുന്നത്. എന്താണ്? യുദ്ധം ജയിക്കുവാൻ വേണ്ടി ഇവർ പെട്ടകം ചുമന്നുകൊണ്ട് പോകുന്നത് യഹോവയുടെ സാന്നിധ്യം യുദ്ധത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 14:14 പറയുന്നത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഇപ്പോൾ ഈ വചനം എല്ലാവർക്കും അറിയാം, അല്ലേ? മറ്റേ കൊച്ചത് വിളിച്ച് പറഞ്ഞുകൊണ്ട്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഇത് ഈ പെട്ടകം ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന വചനങ്ങളാണ്. അപ്പോൾ കർത്താവിൽ നിന്ന് കേട്ട വചനം അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ന്യായാധിപന്മാരുടെ കാലഘട്ടം ഏകദേശം തീരാറായപ്പോൾ അവസാനത്തെ ന്യായാധിപനായിരുന്ന, ബാക്കി നിങ്ങൾ പറയൂ, അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു? ആണോ? ഉറപ്പാണോ? ശമൂവേലാണോ? ആണേ? അതോ ഏലിയാണോ? അല്ലേ? സംശയമായി. അതാണ് പ്രശ്നം. അവസാനത്തെ ന്യായാധിപൻ ശമൂവേൽ. അതിനൊന്നും മാറ്റമില്ല. ശമൂവേലിൻ്റെ കാലമായപ്പോഴത്തേക്കും ഈ സാക്ഷ്യപ്പെട്ടകം ഈ ശീലോവിൽ തന്നെ ഉറപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആയിരുന്നു എന്നുള്ളതിന് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വിവിധ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ഹന്ന, എൽക്കാനയുടെ ഭാര്യയായിരുന്ന ഹന്ന വന്ന് കരഞ്ഞത് ഈ പെട്ടകത്തിൻ്റെ മുമ്പിലാണ്. അങ്ങനെയാണ് ശമൂവേൽ ജനിക്കുന്നത്. അപ്പോൾ അവിടെ ആയിരുന്നു, ശീലോവിൽ തന്നെ ആയിരുന്നു ഈ പെട്ടകം സ്ഥിതി ചെയ്തിരുന്നത് എന്ന് പറയുവാനാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്ഥലം, ലൊക്കേഷൻ എല്ലാം നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞു, ഈ പെട്ടകം എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ എന്തിനു പോകുന്നത്? യുദ്ധത്തിന് പോകുന്നത്. ശമൂവേലിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ യുദ്ധമുണ്ടായിരുന്നത് ആരോടാണെന്നറിയാമോ? ഫെലിസ്ത്യരോടാണ്. ഫെലിസ്ത്യ മന്നന്മാരോടാണ് ഇസ്രായേൽ മക്കൾക്ക് ഏറ്റവും കൂടുതൽ യുദ്ധം നടത്തേണ്ടി വന്നിരുന്നത്. അതുകൊണ്ട് ഇവർ പെട്ടകവും ചുമന്നുകൊണ്ടാണ് യുദ്ധത്തിന് പോകുന്നത്, യുദ്ധത്തിന് ജയം ഉറപ്പുവരുത്തുവാൻ വേണ്ടി. പക്ഷേ ഫെലിസ്ത്യർ അതികായകന്മാരായിരുന്നു. ഗോലിയാത്തിനെ നിങ്ങൾക്കറിയാമല്ലോ, ഫെലിസ്ത്യനായിരുന്നു. അതികായന്മാരാണ്. യുദ്ധത്തിൽ പലപ്പോഴും ഇസ്രായേൽ മക്കൾ തോൽക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ അവിടുത്തെ പുരോഹിതനായിരുന്ന ഏലിയുടെ മക്കൾ ആരാണവർ?
ഹോഫ്നിയും ഫിനഹാസും ഫെലിസ്ത്യരോടുള്ള യുദ്ധത്തിന് വേണ്ടി പെട്ടകം എടുത്തുകൊണ്ട് യുദ്ധത്തിന് പോയി. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഹൊഫ്നിയും ഫിനഹാസും ഏലി എന്ന പുരോഹിതൻ്റെ മക്കളായിരുന്ന പൗരോഹിത്യമുള്ളവർ ആയിരുന്നുവെങ്കിലും ഈ ഹൊഫ്നിയും ഫിനഹാസും ദുർനടപ്പുകാരായിരുന്നു. അവർ സ്ത്രീകളോടുകൂടി അശുദ്ധമായി ഇടപെടുകയും ഹോമയാഗത്തിനായി കൊണ്ടുവരുന്ന ഹോമയാഗത്തിൽ നിന്ന് അവർ അടിച്ചു മാറ്റുകയും എന്ന് പറഞ്ഞാൽ മുപ്പല്ലി കുത്തി അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഹോമയാഗത്തിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി ഭക്ഷിക്കുകയും ചെയ്തത് കാരണം യഹോവയ്ക്ക് ഇവരോട് അനിഷ്ടമായി. കാരണം അച്ഛൻ്റെ മക്കളൊക്കെ തന്നെയാണ്, പക്ഷേ ദൈവത്തിന് വിരോധമായാണ് ജീവിച്ചത്. ശമൂവേലിൻ്റെ മക്കളും അങ്ങനെയായിരുന്നു. എന്നാൽ ഫെലിസ്ത്യരോടുള്ള യുദ്ധം ജയിക്കുവാൻ വേണ്ടി ഹൊഫ്നി ഫിനഹാസും പെട്ടകം കയ്യിലെടുത്തു. അയോഗ്യരായിരുന്നവർ പെട്ടകം കയ്യിലെടുത്തതിനാൽ യുദ്ധത്തിൽ പരാജയപ്പെടുക മാത്രമല്ല, ഹൊഫ്നിയും ഫിനഹാസും പട്ടുപോയി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി. അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഹൊഫ്നി ഫിനഹാസും മരിച്ചുപോയതിനാൽ പെട്ടകം ആരുടെ കയ്യിലായി? ഫെലിസ്ത്യരുടെ കയ്യിൽ പിടിക്കപ്പെട്ടു. ഇസ്രായേൽ മക്കളുടെ സ്വത്തും അവരുടെ ജീവനുമായിരുന്ന യഹോവ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ വിജാതീയനായ ഫെലിസ്ത്യരുടെ കയ്യിലാണ്. ഫെലിസ്ത്യർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് സംഗതി യുദ്ധത്തിനൊക്കെ വിജയിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ശക്തനാണ് എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഈ പെട്ടകം കൈക്കലാക്കിയിട്ട് അവരുടെ ദേവനായ ദാഗോൻ, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, നമുക്കറിയാമെന്ന് വിചാരിക്കുന്നു, ദാഗോൻ്റെ അരികിൽ കൊണ്ട് അസ്തോദ് എന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. അതായത് അസ്തോദിലെ അവരുടെ ക്ഷേത്രത്തിലെ അവരുടെ ദേവനായിരുന്ന ദാഗോൻ എന്ന പ്രതിമയുടെ അരികത്ത് കൊണ്ടുവന്ന് ഈ കർത്താവിൻ്റെ പെട്ടകം കൊണ്ടുവച്ചു. സൂക്ഷ്മതയോടെ വളരെ ഭക്തിയോടെയാണ് അവർ കൈകാര്യം ചെയ്തത്. ഇസ്രായേൽ മക്കൾക്കില്ലാത്ത വിവേകം അവർക്കുണ്ടായിരുന്നു. അത് പിന്നീട് മനസ്സിലാവും. പിറ്റേന്ന് ഇവർ വന്ന് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? പെട്ടകം അടുത്തിരുന്നത് കൊണ്ട് ദാഗോൻ്റെ പ്രതിമ താഴെ വീണ് കിടക്കുന്നത് അവർ കണ്ടു. ആദ്യത്തെ ദിവസമല്ലേ, കുഴപ്പമില്ല, കാറ്റടിച്ച് വീണതാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും പോയപ്പോൾ തള്ളിയിട്ടതായിരിക്കുമെന്നും വിചാരിച്ചു. ഫെലിസ്ത്യർ എന്ത് ചെയ്തു? അതെടുത്ത് നേരെ വെച്ചു. അതിൻ്റെ പിറ്റേന്ന് അവർ നോക്കിയപ്പോൾ ദാഗോൻ്റെ പ്രതിമ വെറും വീണുകിടപ്പ് മാത്രമല്ല, കഴുത്ത് ഒടിഞ്ഞ് കൈകാലുകൾ വേർപെട്ട് ആ പ്രതിമ കിടക്കുന്നത് കണ്ടു. ഇപ്പോൾ പെട്ടകം എവിടെയാണ്? ശീലോവിലോ? അതൊക്കെ പോയി. ഫെലിസ്ത്യരുടെ കയ്യിൽ. ശീലോ അങ്ങ് കനാൻ ദേശത്താണ്. ഇപ്പോൾ ഫെലിസ്ത്യരുടെ ദേശത്തായി, വേറൊരു രാജ്യത്തായി, വേറൊരു ആൾക്കാരുടെ കയ്യിലായി. ഇപ്പോൾ ദാഗോന്റെ ക്ഷേത്രം എവിടെയാണ്? എവിടെയാണ്? അസ്തോദിൽ ഇരിക്കുക. അപ്പോൾ ഫെലിസ്ത്യർക്ക് മനസ്സിലായി, ഇത് സംഗതി പെശകാണ്, ഇതിവിടെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ദേവൻ തന്നെ ഇല്ലാതായി പോവും. അതുകൊണ്ട് അവർ ആ പെട്ടകം അവിടുന്ന് മാറ്റുവാൻ തീരുമാനിക്കുകയാണ്. അവർ എങ്ങോട്ട് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ പെട്ടകം ഗത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. എവിടെയാണ്? ഗത്ത്. ആദ്യം എവിടെയായിരുന്നു? ശീലോവിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? ഫെലിസ്ത്യർ പിടിച്ചെടുത്തുകൊണ്ടുപോയി. ഫെലിസ്ത്യർ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കുവാൻ ശ്രമിച്ചിട്ട് നടക്കാഞ്ഞതുകൊണ്ട് അവർ ഒരു കാര്യം ചെയ്തു, ഇത് ഇവിടെ ഇരിക്കുന്ന പന്തിയല്ല, നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ഗത്ത്. എന്താണ്? ഗത്തിലേക്ക് കൊണ്ടുപോയി. ആൾക്കാർക്കെല്ലാം ആദ്യം വലിയ സന്തോഷമൊക്കെ തോന്നി. പക്ഷേ
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്കെല്ലാം അസുഖങ്ങൾ ബാധിച്ചു തുടങ്ങി. പറയാൻ കൊള്ളാത്ത അസുഖമൊക്കെയാണ് പിടിച്ചത്. മൂലക്കുരു, പിന്നെ വിവിധ തരം പകർച്ചവ്യാധികൾ ഒക്കെ അവരെ അലട്ടുവാൻ തുടങ്ങിയപ്പോൾ ഗത്തുകാരെല്ലാം കൂടെ പറഞ്ഞു, ഈ സാധനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കോണം, ഇവിടെ അങ്ങ് വെച്ചേക്കരുത്, ഞങ്ങൾക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല, ഇനി ഇവിടെ ഇരുന്നാൽ ഞങ്ങൾ ചത്തുപോകും, അതുകൊണ്ട് യഹോവയായ ദൈവത്തിൻ്റെ പെട്ടകം ഞങ്ങൾക്ക് താങ്ങുവാൻ പറ്റത്തില്ല, ഞങ്ങളുടെ അടുത്തുകൊണ്ട് മാറ്റിക്കണമെന്ന് പറഞ്ഞു. ഓ ശരി, അവരാ പെട്ടകം എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി? എക്രോൻ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെച്ചു. എക്രോൻ. എക്രോനിൽ ചെന്നപ്പോഴും ആളുകൾ നല്ല സന്തോഷമായിരുന്നു ആദ്യമൊക്കെ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇതേ അസുഖങ്ങൾ അതുപോലെ തന്നെ അവർക്കും പിടിപെട്ട് തുടങ്ങി. അപ്പോൾ അവിടെ ഇഴയന്തുക്കൾ, വ്യാധികൾ, മൂലക്കുരുവിൻ്റെ അസുഖം മുതലായ വ്യാപിച്ചു. എലികളുടെ ശല്യം എല്ലാം ആ ദേശത്തും വ്യാപിച്ചു തുടങ്ങിയപ്പോൾ അവരും പറഞ്ഞു എടുത്തുകൊണ്ട് പോക്കണമെന്ന് പറഞ്ഞു. ഇവിടെങ്ങും വെച്ചേക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എങ്ങോട്ട് കൊണ്ടുപോകും? ഇനിയും കൊണ്ടുപോകാൻ സ്ഥലമില്ല. ആളുകൾ കാര്യം പറഞ്ഞു തുടങ്ങി. ഏത് ദേശത്ത് കൊണ്ടുവച്ചാലും അവർ പറയും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയും. മറ്റേ ഒരു സംഗതി ഉണ്ടല്ലോ, എന്തോ എൻ്റെ പേര്, മാജിക് മാൻഡ്രേക്കോ, അങ്ങനെ കണ്ടൊരു പെട്ടിയില്ലേ? അതുപോലെ, എനിക്ക് എൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ഇത് ആർക്കും വേണ്ട. അപ്പോൾ ഫെലിസ്ത്യരെന്ത് തീരുമാനിച്ചു? സഹികെട്ട് അവർ ഈ പെട്ടകം ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചു കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? വെറുതെ അയക്കാതെ വായിച്ചേ, വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവരോട് കൊടുത്തയച്ചു. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഇസ്രായേൽ മക്കൾക്കില്ലാത്ത വിവേകം ഇവർക്കുണ്ടായിരുന്നു. അവർക്ക് ഈ പെട്ടകത്തോടൊരു ഭയമുണ്ടായിരുന്നു. ഒഫ്നിക്കും ഫിനെഹാസിനും അതില്ലായിരുന്നു. അതുകൊണ്ട് അയോഗ്യരായിരുന്നവർ അത് കൈകാര്യം ചെയ്തു. അയോഗ്യമായി ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവൻ അത് നിമിത്തം രോഗിയായി തീരുമെന്നാണ്. അപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ശരീരത്തിന് ശുദ്ധിയുണ്ടോ? കുളിച്ചു വരുന്ന കാര്യമല്ല കേട്ടോ, അത് വേണം. അത് ക്ലെൻലിനെസ് എന്നാണെന്ന് പറയുന്നത്. ഇത് വിശുദ്ധി, ശരീരത്തിൻ്റെ വിശുദ്ധി, ആത്മാവിൻ്റെ വിശുദ്ധി, ബോധ വിചാര മണ്ഡലങ്ങളുടെ വിശുദ്ധി. ഇതൊന്നും ഇല്ലാതെ അലക്ഷ്യമായിട്ട് വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ നിങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതിനേക്കാളേ വഷളായി പോകും. അപ്പോൾ ഫെലിസ്ത്യരെന്ത് ചെയ്തു? നല്ല ആഘോഷമായിട്ടൊരു വണ്ടിയൊക്കെ ഉണ്ടാക്കി, നുകം വെച്ചിട്ടില്ലാത്ത 2 പശുക്കളെയൊക്കെ ആ വണ്ടിയിൽ കെട്ടി വണ്ടിയൊക്കെ അലങ്കരിച്ച് പൊന്നുകൊണ്ട് അവർക്കുണ്ടായ അസുഖത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട് പരിഹാരമായിട്ട് മൂലക്കുരു പോലുള്ള ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി, എലികളെ ഉണ്ടാക്കി. അത് അവരുടെ ഒരു ആചാര രീതിയാണ്. പൊന്നുരുക്കിയുള്ള വസ്തുക്കളെ ഉണ്ടാക്കി ഉള്ളിൽ ഭദ്രതയോടെ പെട്ടകം ആ വണ്ടിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ അതിർത്തിയിലേക്ക് അയച്ചു. ഇതിപ്പോൾ വേറൊരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അതിർത്തിയാണ് ഇസ്രായേൽ മക്കൾ താമസിക്കുന്ന കനാൻ പ്രദേശം. ആ അതിർത്തിയിൽ താമസിച്ചിരുന്ന ആളുടെ പേരാണ് യോശുവ. മറ്റേ യോശുവ അല്ല, വേറൊരു യോശുവ. ആ അതിർത്തിയുടെ പേരാണ്, പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കുമോ? ബെത്ത് ഷമേഷ്. എന്താണ്? ബെത്ത് ഷമേഷ്. എന്തേലുമൊക്കെ പറ. എന്താണ്? ഒന്ന് പറഞ്ഞേ. ബെത്ത് ഷമേഷ്. ഉറങ്ങിയവരെ നിങ്ങൾ ഉണർന്ന് എഴുന്നേൽപ്പീൻ, ആകാശത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന ഏവരുമേ എന്നെ കേൾക്കുവീൻ. നിങ്ങൾ ഈ വചനം ഒന്ന് പറഞ്ഞേ. ഉറങ്ങിയവരെ നിങ്ങൾ ഉണർന്ന് എഴുന്നേറ്റ് സ്തുതിപ്പീൻ. സങ്കീർത്തനമാണേ. പറഞ്ഞേ, ഉറങ്ങിയവരെ. അയ്യോ, ഉറക്കത്തിൽ തന്നെ, ഒരു സംശയവുമില്ല. ഉറങ്ങിയവരെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് സ്തുതിപ്പീൻ. പോരാ. ആകാശത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല ദൂതന്മാരുമേ
അവനെ സ്തുതിപ്പീൻ. അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല സൈന്യങ്ങളുമേ അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. അവനെ സ്തുതിപ്പീൻ. ആദിത്യ ചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ. അവനെ സ്തുതിപ്പീൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ പ്രകാശമുള്ള സകല അവനെ സ്തുതിപ്പീൻ. സ്തുതിപ്പീൻ. ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതെയുള്ള വെള്ളങ്ങളുമേ വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. അവനെ സ്തുതിപ്പീൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. പോരാ, OBBS പിള്ളേർ ഇതിലും ഭംഗിയായിട്ട് പറയും. പോട്ടെ. അപ്പോൾ ഫെലിസ്ത്യർ ഇതിനെ ബത്ഷമേഷ് എന്ന് പറയുന്ന ഇസ്രായേൽ ജനതയുടെ അതിർത്തിയിലുള്ള യോശുവയുടെ വയലിലേക്ക് അയക്കുവാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കി നുകം വെച്ചിട്ടില്ലാത്ത 2 പശുക്കളെയൊക്കെ കെട്ടി ഇങ്ങനെ നിർത്തിയേക്കുക. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ മനസ്സിൽ കണ്ടിരിക്കുന്ന അവരുടെ ഒരു കാര്യം ഇപ്രകാരമാണ്: ഇത് നേരെ ഈ പശു നമ്മൾ വെറുതെ അങ്ങ് അഴിച്ചു വിടുകയാണ്. ഇത് നേരെ യോശുവയുടെ കളത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ അനർത്ഥം ഉണ്ടായിരിക്കുന്നത് ഈ പെട്ടകം കാരണമാണ്. അല്ലെങ്കിൽ ആ പശു അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചിവിടെ വരുമായിരിക്കും. ഈ അനർത്ഥം സംഭവിച്ചിരിക്കുന്നത് പെട്ടകം കാരണമല്ല. അതേസമയം ഈ പശുവിനെ വെറുതെ അങ്ങ് വിടുകയാണ്, ആരും അതിനെ നയിക്കുന്നില്ല. ഇത് നേരെ യോശുവയുടെ കളത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ അനർത്ഥമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ പെട്ടകം കാരണമാണ് എന്ന് അവർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ വിശ്വസിച്ചു. പശുവിനെ അഴിച്ചുവിട്ടു. വണ്ടിയുമായിട്ട് പശു നേരെ എങ്ങോട്ട് പോയി? നേരെ യോശുവയുടെ കളത്തിലേക്ക് തന്നെ പോയി. യോശുവയുടെ മെതിക്കളത്തിൽ ഈ വണ്ടി പ്രവേശിച്ച മാത്രയിൽ ഫെലിസ്ത്യർ സ്ഥലം കാലിയാക്കി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവിടുന്ന് അവർ ഓടിക്കളഞ്ഞു. സാക്ഷ്യപ്പെട്ടോ ഇപ്പോൾ എവിടെയാണ്? യോശുവയുടെ മെതിക്കളത്തിൽ. ഈ മെതിക്കളത്ത് തന്നെയാണ് ദാവീദ് ബലിയർപ്പിച്ചത്. ഏത് ബലി? ദാവീദ് ഒരു മഹാപാതകം ചെയ്തു. ഒന്നല്ല, നിങ്ങൾ ഉദ്ദേശിച്ച മഹാപാതകമല്ല. ഇസ്രായേൽ ജനത്തെ എണ്ണി. ദൈവത്തിനത് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ദാവീദിന് ശിക്ഷ കൊടുക്കുന്നുണ്ട്. 3 പ്രധാന ശിക്ഷകൾ. പഴയ നിയമത്തിൽ ഇങ്ങനെ ശിക്ഷ കൊടുക്കും. പുതിയ നിയമത്തിൽ എന്താ നമുക്ക് ശിക്ഷയൊന്നും കിട്ടാത്തത്? എന്താണ്? ഇതിനേക്കാളി പാതകം, ദാവീദ് ചെയ്യുന്നതിനേക്കാളി പാതകം ഞാനും നിങ്ങളും ചെയ്യുന്നില്ലേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വെടിഞ്ഞ് നിവർന്ന് പ്രസംഗം ചോട്ടൊക്കെ? എന്താണ്? ഒരുത്തൻ തന്നെ അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ക്രിസ്തു സ്നേഹം വർദ്ധിക്കുവാൻ ഇത് നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ഒരുത്തൻ എനിക്ക് വേണ്ടി തൂങ്ങിക്കിടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പാപത്തിനും ഭീകരമായ ശിക്ഷ വന്നേനെ. ആ ശിക്ഷയെല്ലാം ഇപ്പോഴും അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ, വെളിപാട് 5 കാര്യം, ഇപ്പോഴും അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ സിംഹാസനത്തിന് മുമ്പാകെ പിതാവാ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ. അപ്പോൾ സാക്ഷ്യപ്പെട്ട ഇപ്പോൾ ബത്ഷമേഷിൽ ആളുകൾ ഓടിക്കോടി സന്തോഷത്തും, നഷ്ടപ്പെട്ടു പോയ പെട്ടകം ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ആളുകളെല്ലാം കൂടെ ചുറ്റുവട്ടും ഓടിച്ചെന്ന് എന്ത് ചെയ്തു? മൂടിയൊക്കെയാണ് വെച്ചിരുന്നത്, തുണിയൊക്കെ ഇട്ട് നല്ല അലങ്കരിച്ച് നല്ല ആർഭാടമായിട്ടാണ് ഫെലിസ്ത്യർ അയച്ചത്. അപ്പോൾ ഇവർക്ക് ഈ ഫെലിസ്ത്യർ അത്രയും ബോധമില്ലല്ലോ. അതല്ലേ നമുക്ക് ഈ പള്ളിയോട് എടുക്കും തോറും ഭക്തി കുറയുമെന്ന് പറയുന്ന പോലെയാണ്. ഇസ്രായേൽ മക്കൾക്ക് ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതാണ്. അപ്പോൾ ഇവർ ഓടിച്ചെന്ന് എന്ത് ചെയ്തു? പെട്ടകത്തിനടുത്ത് ചെന്ന് ആ തുണി പൊക്കി, ഇതെന്താണ് ഇതിനകത്തിരിക്കുന്നതെന്ന് കാണണമല്ലോ. എല്ലാവരും ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അടുത്ത് ഇങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് കാണുവാൻ ശ്രമിച്ചു. ഒറ്റയടിക്ക് എത്ര പേരാണ് മരിച്ചു വേണമെന്നറിയാമോ? ഒറ്റയടിക്ക് 50,070 പേർ മരിച്ചു എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്താണ് ഈ പെട്ടകത്തിന് ഇത്രയും വലിയ ശക്തി എന്നുള്ളതിനെപ്പറ്റി മറ്റൊരു പഠനം ഉണ്ട്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. ഉസ്സ തൊട്ടപ്പോൾ എന്തുകൊണ്ട് മരിച്ചു? ഇത് യഹോവയുടെ ശിക്ഷ എന്ന് പറയുമ്പോൾ ഇതിനൊരു സംഗതി ഉണ്ടാകണമല്ലോ, അതിലൊരു പവർ ജനറേഷൻ ഉണ്ടാകണമല്ലോ. പെട്ടെന്നൊറ്റ വാക്കിൽ പറയാം, ഈ പെട്ടകത്തിൻ്റെ മോഡലിംഗ് അനുസരിച്ച് അതിൽ ലൈറ്റ്നിങ് പെട്ടെന്ന് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു.
മാത്രമല്ല ഇത് സ്വർണം കൊണ്ടാണ്. ഇലക്ട്രിസിറ്റി പെട്ടെന്ന് പാസ് ചെയ്യും. തൊട്ടാൽ കറണ്ട് അടിക്കും, മരിച്ചു. അസമയത്ത് ആസ്ഥാനത്ത് അയോഗ്യരായിരുന്നവർ, പുരോഹിതരല്ലാത്തവർ പെട്ടകത്തെ തൊട്ട് കഴിഞ്ഞാൽ മരിക്കുന്നതിൻ്റെ കാരണം വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇപ്രകാരമാണ്. അതുപോട്ടെ, നമുക്കത് ഇപ്പോൾ വിഷയമല്ല. ഈ തുണി പൊക്കി നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇത്രയും പേർ പട്ടുപോയി. എല്ലാവരും ഭയന്നുപോയി. ഇത് തൊടുവാൻ പുരോഹിതന് മാത്രമേ അവകാശമുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, അവർക്കറിയാമായിരുന്നു ഇത്, പക്ഷെ അവർ അനാവശ്യമായത് സ്പർശിച്ചതുകൊണ്ട് അവർ ആ പെട്ടകം അബീനാദാബ് എന്ന് പറയുന്ന ഒരുവൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് അബീനാദാബിൻ്റെ മകനായ ഏലയാസറിനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്ത് പെട്ടകത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ക്രമീകരിച്ചു. ആരുടെ വീട്ടിൽ കൊണ്ടുവച്ചു? അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ പെട്ടകം ആ വീട്ടിൽ ഏകദേശം 20 കൊല്ലം ഇരുന്നു. 20 കൊല്ലം ആ വീട്ടിൽ ആ പെട്ടകം ഇരുന്നു. ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇപ്പോൾ പെട്ടകം എവിടെയാണ്? അബീനാദാബിൻ്റെ വീട്ടിൽ. സ്ഥലം ഏതാണ്? ഇസ്രായേൽ ദേശം, അല്ലെങ്കിൽ ബെത്ഷമീഷിൽ. അവിടെ പരിസരത്ത് അബീനാദാബ് എന്നുള്ള ഒരു മനുഷ്യൻ്റെ മകനെ ഏലയാസറിനെ പുരോഹിതനാക്കി. കാരണം ഈ പെട്ടകത്തിന് ധൂപം അർപ്പിക്കാൻ ശുശ്രൂഷ ചെയ്യണം, അത് പുരോഹിതനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അഭിഷേകം ചെയ്ത് പെട്ടകത്തെ ശുശ്രൂഷിപ്പാനായിട്ട് അവനെ ആക്കി. 20 കൊല്ലം അവിടെയിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. ന്യായാധിപന്മാരുടെ കാലമൊക്കെ അവസാനിച്ച് പിന്നീട് ശൗൽ രാജാവാകുന്നു. പിന്നീട് രാജവാഴ്ചയാണ്. ന്യായാധിപന്മാരുടെ കാലം ശമൂവേലിൻ്റെ കാലം കൊണ്ട് തീർന്നു. ഇപ്പോൾ ശൗൽ രാജാവാകുന്നു. ശൗൽ രാജാവായി കഴിഞ്ഞപ്പോൾ ശൗലിന് ഈ പെട്ടകത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ശൗൽ ആദ്യം അഭിഷേകമൊക്കെ ചെയ്യപ്പെട്ട് ശമൂവേലിനാൽ ഇസ്രായേലിൻ്റെ രാജാവൊക്കെയായി. അവൻ്റെ ഉദ്ദേശം മുഴുവൻ ദാവീദിനെ എങ്ങനെ തീർക്കണം, ഇത് മാത്രമേ ശൗലിന് ലക്ഷ്യമുള്ളൂ. ദേശം പിടിച്ചെടുക്കണം, തൻ്റെ രാജ്യത്വം ഉറപ്പിക്കണം. തൻ്റെ രാജ്യത്വം കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്ക് പകരം വന്ന ദാവീദിനെ എങ്ങനെ കൊല്ലണമെന്നുള്ളതല്ല, ശൗലിന് ഈ പെട്ടകത്തെപ്പറ്റി വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ശൗലിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് ശൗലിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ആര് രാജാവായി? ദാവീദ് രാജാവായി. ദാവീദിന് ശൗലിൻ്റെ നേരെ വിപരീത സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയെ കാണിക്കുവാനാണെങ്കിൽ അത് ദാവീദാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള സ്വഭാവം കാണിച്ചിട്ടുള്ള ഒരാളാണ് ദാവീദ്. എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുക്കളോട് ക്ഷമിക്കുമായിരുന്നു, ചീത്ത വിളിച്ചവനോട് ആ വിളിച്ചേച്ച് പോട്ടെ എന്ന് പറയായിരുന്നു. ഇതൊക്കെ കർത്താവ് പഠിപ്പിച്ച കാര്യമാണ്. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. പഴയ നിയമത്തിലെ നിയമം എന്താണ്? പല്ലിന് പകരം പല്ല്. ചീത്ത വിളിച്ചാൽ തിരിച്ചു വിളിച്ചോണം. കണ്ണിന് പകരം കണ്ണടിച്ച് പൊട്ടിച്ചാൽ മറ്റവൻ്റെ കണ്ണടിച്ച് പൊട്ടിക്കണം. അവിടെയാണ് ആ നീതി. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനെ നിസാര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ന്യായവിധിക്ക് യോഗ്യനാകും. ഒരുവൻ നിന്നെ അധിക്ഷേപിച്ചാൽ, അത് കർത്താവിന് വേണ്ടി സഹിച്ചാൽ അതിനുള്ള സന്തോഷം യേശു തരും എന്നുള്ള കാര്യം പഴയ നിയമത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു ദാവീദ്. ശിമേയി എന്ന് ഒരുത്തനെ മതിലേ എന്ന് ചീത്ത വിളിച്ചപ്പോൾ ദാവീദ് തന്നെ പറഞ്ഞു, രക്തപാതക നീച എന്ന് നല്ല ഭാഷയിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ നല്ല ഭാഷ വേറെയാണ്. രാജാവിനെയാണ് വിളിക്കുന്നത്. പക്ഷേ രാജാവ് പറഞ്ഞു, യോവാബിനോട് പറഞ്ഞു, അവൻ വിളിക്കട്ടെ, യഹോവ കൽപ്പിച്ചിട്ടല്ലോ അവൻ വിളിക്കുന്നത്, ഞാൻ കേൾക്കാൻ യോഗ്യനാണെന്ന്. ശത്രുവായിരുന്ന അബ്ശാലേം സ്വന്തം മകനാണ്. പക്ഷേ ദാവീദിനെ കൊല്ലുവാൻ വരെ നോക്കിയതാണ്. ദാവീദിന് ചെയ്യാവുന്ന എല്ലാ ദ്രോഹവും ചെയ്തു. പക്ഷേ ആ മകൻ മരിച്ചപ്പോൾ ദാവീദ് നിലവിളിച്ചു. എന്തിന്? ശത്രുവായിരുന്ന ശൗലിനെ പലവട്ടം ദാവീദിനെ കൊല്ലാൻ അവസരം കിട്ടിയിട്ടും വെറുതെ വിട്ടു.
എന്നിട്ട് പട്ടുപോയ ശൗലിൻ്റെ അസ്ഥി ദാവീദ് എടുത്ത് പ്രത്യേകം അടക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയ നിയമത്തിൻ്റെ മനസ്സാണ്, പഴയ നിയമത്തിൻ്റെതല്ല. അപ്പോൾ ദാവീദിന് ഈ ഒരു മനസ്സുണ്ടായത് ദൈവസ്നേഹം കാരണമാണ്. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങോട്ടുള്ള സ്നേഹം, ഇങ്ങോട്ടുള്ളതല്ല, അങ്ങോട്ട് ക്രിസ്തുവിനോട് അങ്ങോട്ട് സ്നേഹം. യേശു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അകത്തളങ്ങളിൽ ഒരു ആനന്ദ നിർവൃതി, ഒരു ആവേശം ഒക്കെ കർത്താവെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാറുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം. ഏതായാലും ദാവീദ് രാജാവായി, സിയോൻ കോട്ട പിടിച്ചു, ഫെലിസ്ത്യരെ എല്ലാം തോൽപ്പിച്ചു, വെള്ളച്ചാട്ടം പോലെ യഹോവ ഫെലിസ്ത്യരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നൊക്കെ ദാവീദ് പറയുന്നുണ്ട്. വെള്ളച്ചാട്ടം പോലെ ഫെലിസ്ത്യരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് ദാവീദ് പറയുന്നുണ്ട്. അങ്ങനെ ദാവീദ് ദൈവത്തോടുള്ള സ്നേഹം കാരണം ഇങ്ങനെ ആലോചിക്കുകയാണ്, പെട്ടകവിടെ, അയ്യോ പെട്ടകം, ഞാനിങ്ങനെ തച്ചിട്ടുള്ള വലിയ കൊട്ടാരത്തിൻ്റെ മാളികയിൽ താമസിക്കുകയാണ്, എൻ്റെ ദൈവം ഏതോ ഒരു വീട്ടിലിങ്ങനെ ഒരു മൂലക്കിരിക്കുകയാണ്. ദാവീദിന് ആവലാതിയായി. ദാവീദ് തീരുമാനിച്ചു, പെട്ടകം കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. അപ്പോൾ പെട്ടകം ഇരിക്കുന്ന എക്സാക്റ്റ് സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? പറയത്തില്ല, ഞാൻ പറഞ്ഞില്ല. അത് കിര്യത്ത് എയാരീം എന്ന് പറയും. വേണ്ട, വിട്ടരെ നിങ്ങൾ ഉറങ്ങും. കിര്യത്ത് എയാരീം എന്ന സ്ഥലത്താണ് ഈ അബീനാദാബിൻ്റെ വീട്. അവിടെ നിന്ന് പെട്ടകം ദാവീദ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാണ്. കൊട്ടാരത്തിലൊരു പ്രത്യേക മുറിയൊക്കെ ക്രമീകരിച്ച്, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കി ആ കൊട്ടാരത്തിലേക്ക് ദാവീദ് പെട്ടകം കൊണ്ടുവരികയാണ്. ഇതുപോലെ തന്നെ വലിയൊരു വണ്ടിയൊക്കെ ഉണ്ടാക്കി. അന്നത്തെ വലിയ വണ്ടിയാണ് കേട്ടോ, കാളവണ്ടി, വലിയ വണ്ടിയാണ്. ഇന്ന് നമ്മൾ വിചാരിക്കും കാളവണ്ടിയാണോ? കാളവണ്ടി അത് വലിയ വണ്ടിയാണ്. അന്നത്തെ മെഴ്സിഡസ് ബെൻസാണ്. അതിനെ അലങ്കരിച്ച് വലിയ ഭംഗിയായിട്ടൊക്കെ ക്രമീകരിച്ച് ആ പെട്ടകം അതിനകത്ത് വെച്ച് 2 പേരെ അത് തെളിയിക്കാൻ വേണ്ടി നിർത്തി. ആ 2 പേരിൽ ഒരാളുടെ പേരാണ് ഉസ, മറ്റേയാളുടെ പേരാണ് അഹിയോവ്. ഈ ഉസയുടെ പേര് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക, അഹിയോവ് വിട്ടര്. അങ്ങനെ അവർ പെട്ടകം വളരെ ആഘോഷമായിട്ട് തപ്പുനാദങ്ങളോടുകൂടി, നൃത്താദികളോടുകൂടി, പിന്നെ പുരോഹിതന്മാർ കാഹളമൊക്കെ ഊതി വലിയ ആർഭാടമായിട്ട് ദാവീദ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു കളത്തിൽ വെച്ച് കാള പെട്ടെന്ന് എന്ത് സംഭവിച്ചു? വരണ്ടപ്പോൾ വണ്ടി ചരിഞ്ഞു, ഒപ്പം പെട്ടകവും ചരിഞ്ഞു. ഈ വണ്ടി തെളിയിച്ച ഊസ പെട്ടകത്തെ സംരക്ഷിക്കുവാൻ എന്ന രീതിയിൽ പെട്ടകത്തെ പിടിക്കുവാൻ ചെന്നു. പെട്ടകത്തെ പിടിക്കുവാൻ ചെന്നപ്പോൾ അപ്പോൾ തന്നെ ഊസ മരിച്ചു വീഴുന്നു. ദാവീദ് അവിടെ പേടിച്ചുപോയി. ദാവീദ് ഭയന്നുപോയി. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? ഭയമായി. നൃത്തമൊക്കെ നിർത്തി. നിങ്ങൾ 1 ദിനവൃത്താന്തം 13 അധ്യായം 12 വാക്യവും 2 ശമൂവേൽ 6 അധ്യായം 9 വാക്യം, ഈ 2 അധ്യായത്തിലും ഒരേ സംഭവമാണ് പറയുന്നത്. 13:12 ഇത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. ഞാൻ ദൈവത്തിന്റെ പെട്ടകം എങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ പെട്ടകം എങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടു എന്ന് പറഞ്ഞു. മതി ഈ വചനം നിങ്ങൾ ഇപ്പോൾ ഓർത്തിരിക്കണം. പിന്നീടൊരു കാര്യമുണ്ട്, അപ്പോൾ അതൊന്ന് പറയാം, ഉറച്ചു പറയണേ. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്നവൻ പറഞ്ഞു. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ഇത്രയൊക്കെ പറഞ്ഞ് ഭയന്ന് പേടിച്ചു പോയിട്ട് ദാവീദ് ഈ പെട്ടകം ഹിത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എവിടെ കൊണ്ടുപോയി വെച്ചു?
ഓബേദ്ഏദോമിന്റെ ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ബാക്കി പെട്ടകം അവിടെ. ദൈവത്തിന്റെ പെട്ടകം ഓബേദ്ഏദോമിന്റെ കുടുംബത്തോടുകൂടെ 3 മാസം അവന്റെ വീട്ടിലിരുന്നു. എവിടെ എങ്ങനെ? ഓബേദ്ഏദോമിന്റെ വീട്ടിൽ ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം 3 മാസം ഇരുന്നു. ആ വചനവും കൂടെ നിങ്ങളൊന്ന് പറയണം. ഇത് ഓർത്തിരിക്കണം, ഈ 2 വചനവും ഓർത്തിരിക്കണം. ദൈവത്തിന്റെ പെട്ടകം പറഞ്ഞേ നിങ്ങൾ. പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. എത്ര മാസം? 3 മാസം. എത്ര മാസം? 3 മാസം. മറക്കൂ. അങ്ങനെ ഇപ്പോൾ മതി. അങ്ങനെ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ കുടുംബത്തെ ഇരിക്കുകയാണ്. അതുകൊണ്ട് യഹോവ എന്ത് ചെയ്തു? ഓബേദ് ഏദോമിനെയും അവൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഈ അനുഗ്രഹം അങ്ങോട്ട് കണ്ടപ്പോൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. 3 മാസം അവിടെ ഇരുന്നു. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ദാവീദിന് ഈ അനുഗ്രഹിച്ചിട്ട് വേണമെന്ന് തോന്നി. ദാവീദിന് ഇരിക്കപ്പുറതിയില്ല, ഇതെങ്ങനെയാലും എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരണം. ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞു. ഇനി അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് ദാവീദ് 3 മാസത്തിന് ശേഷം വീണ്ടും ചിന്തിക്കുകയാണ്, ഞാനിങ്ങനെ ദേവദാരു കൊണ്ടുള്ള വലിയ കൊട്ടാരത്തിലൊക്കെ താമസിക്കുകയാണ്, പക്ഷേ യഹോവയുടെ പെട്ടകം ഇപ്പോഴും ഒരു വീട്ടിലിരിക്കുകയാണ്. സത്യത്തിൽ ഓബേദ് ഏദോമിനെ അനുഗ്രഹിച്ചത് ദാവീദിന് അങ്ങോട്ട് സന്തോഷമായി. പക്ഷേ ആ അനുഗ്രഹത്തിൻ്റെ ഒരു പങ്ക് പറ്റാനായിട്ട് ദാവീദ് ഒരു കാര്യം തീരുമാനിക്കുന്നു. ആ പെട്ടകം എടുത്ത് ദാവീദിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും നീക്കം നടത്തുന്നു. അത് നമുക്ക് കൃത്യമായിട്ടൊന്ന് വായിക്കേണ്ടിയിരിക്കുന്നു. ഇനിയുമാണ് കൂടുതൽ ശ്രദ്ധ ആവശ്യമായിരിക്കുന്നത്. ദിനവൃത്താന്തം 13-ാം അധ്യായം നമുക്കൊന്നെടുക്കാം. ദിനവൃത്താന്തം 13-ാം അധ്യായത്തിൽ ഞാൻ വായിച്ചോളാം. 3-ാം വാക്യം തൊട്ട്. നമ്മുടെ ദൈവത്തിൻ്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൗലിൻ്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവ്വസഭയും പറഞ്ഞു. അങ്ങനെ ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം കിര്യത്ത് യെയാരീമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് മിസ്രൈമിലെ ശീഹോർ തുടങ്ങി ഹാമാത്ത് പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തി. അക്കാര്യമാണ് നമ്മളിപ്പോൾ വൃത്തിയായിട്ട് പറഞ്ഞത്. നിങ്ങൾ ഈ ഭാഗം ഒന്ന് കൃത്യമായിട്ട് വായിക്കണം. ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് സ്കിപ്പ് ചെയ്ത്, എനിക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ദാവീദ് അത് കൊണ്ടുവന്ന് വളരെ കെയർഫുള്ളായിട്ടാണ്, വളരെ സൂക്ഷിച്ച് വീണ്ടും അത് ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. എല്ലാ ക്രമീകരണവും പുരോഹിതന്മാരെയും സംഗീതക്കാരെയും വാതിൽക്കാവൽക്കാരെയും ആഘോഷമായി നൃത്തച്ചുവടുകളോടുകൂടെ അതിങ്ങനെ ആഘോഷമായിട്ട് കൊണ്ടുവരികയാണ്. ദാവീദ് നൃത്തം ചെയ്യുമായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഈ കൊണ്ടുവരുന്ന സമയത്ത് നൃത്തം ചെയ്തപ്പോൾ രാജാവിൻ്റെ വസ്ത്രം ഉരിഞ്ഞുപോയി. ദാവീദ് നഗ്നനായി നിന്ന് നൃത്തം ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവത്തോട് സ്നേഹമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഒരു രാജാവിന് ഒരു ലെയർ ഡ്രസ്സൊന്നും അല്ല ഉള്ളത്, ഒരു ലെയറൊന്നുമല്ല, അത് ഉരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ശൗലിൻ്റെ മകളായ ദാവീദിൻ്റെ ഭാര്യയായ മീഖൾ കിളിവാതിൽ കൂടി നോക്കി ദാവീദിനെ കളിയാക്കുന്നുണ്ട്. താൻ എന്തോ പരിപാടി അവിടെ പോയി കാണിക്കുന്നത്, രാജാവെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ? മോശമല്ലേ? ദാവീദ് എന്താ മറുപടി പറഞ്ഞതെന്ന് അറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നതിന് നിനക്കെന്നാ? വേദോത്സവം കുറച്ച് വായിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് നാണമാണ്, കൊണ്ടുവരാൻ പറയുമ്പോൾ നമുക്ക് നാണമാണ്. അതാ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോഴേ ഇതിനൊക്കെ നമുക്ക് ആവേശം വരത്തുള്ളൂ. ഏതായാലും മീകളൊക്കെ കളിയാക്കിയതൊന്നും ദാവീദിന് വിഷയമൊന്നുമല്ല. അങ്ങനെ യെരുശലേമിൽ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ പ്രത്യേകം ക്രമീകരിച്ച സ്ഥലത്ത് എന്ത് വയ്ക്കുന്നു? പെട്ടകം കൊണ്ട് വയ്ക്കുന്നു. ഇപ്പോൾ പെട്ടകം എവിടെയാണ്? ദാവീദിൻ്റെ കൊട്ടാരത്തിൽ. ദാവീദിന് പിന്നെയും പെട്ടകത്തെ പറ്റി അങ്ങ് ആകുലതയാണ്. എന്താണെന്നറിയാമോ? പണ്ട് എവിടെയാണ് ഈ പെട്ടകം ഇരുന്നിരുന്നത്? പണ്ട് മോശയുടെ സമയത്ത് എവിടെയാണ് വെച്ചിരുന്നത്? കൊട്ടാരത്തിലാണോ? അല്ല, ദേവാലയത്തിലാണ്. ശീലോവിലെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുമ്പോൾ സമാഗമന കൂടാരം ഉണ്ടാക്കി അതിവിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ഈ സാധനം ഈ കൊട്ടാരത്തിലിരിക്കാനുള്ളതല്ല. അതുകൊണ്ട് ദാവീദ് യഥാർത്ഥത്തിൽ യെരുശലേം ദേവാലയം പണിയണമെന്ന് ആഗ്രഹിച്ചത് ഈ പെട്ടകം സൂക്ഷിക്കാനാണ്.
അങ്ങനെ ദാവീദ് അങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ നിയോഗം ആർക്ക് വന്ന് വീഴുന്നു? ശലോമോന് വന്ന് വീഴുന്നു. ശലോമോൻ മനോഹരമായൊരു ദേവാലയം പണിയുന്നു. ആ പെട്ടകം എന്നിട്ട് ആ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് വയ്ക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ആ ദേവാലയ കൂദാശയെ പറ്റിയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. നമ്മൾ ദേവാലയ കൂദാശ നടത്തുമ്പോൾ പഴമ വായിക്കുന്നത് ഈ ഭാഗമാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് ആലയം നിറഞ്ഞിട്ട് പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ലെന്നാണ്. പക്ഷേ എൻ്റെ ഒരു വലിയ സംശയം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ആകുലത, സംശയം എന്നുള്ളതല്ല, ആകുലത. ആട്ടുകൊറ്റന്മാരുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തവും മലിനമാക്കപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ നമ്മൾ അർപ്പിക്കുന്ന ഈ ആരാധന നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതായത് പഴയ നിയമത്തിലെ യാഗത്തിന് അത്രയും ശുദ്ധീകരണ ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് എന്തുമാത്രം ശക്തി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 3:7 എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിൻ്റെ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതെങ്കിൽ നീതിയുടെ ശുശ്രൂഷ ആ തേജസ്സേറിയതായിരിക്കും. പക്ഷേ എവിടെ? നിങ്ങൾക്ക് ആരാധനയിൽ തേജസ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടാവണം. ഇത് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇത് ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്കിത് കാണുവാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ അത് കാണാത്തത്. പഴയ നിയമത്തിൽ മേഘരൂപത്തിൽ ഇറങ്ങുമായിരുന്നു. അത് ഇസ്രായേൽ മക്കൾക്ക് ആ ദേവാലയ കൂദാശ നടത്തിയപ്പോൾ അത് കാണുവാൻ സാധിച്ചു. എന്നാൽ അതിൻ്റെ ഘനനിമിത്തം, കാബോധം എന്നാണ് അതിന് എബ്രായ ഭാഷ, ശക്തി, തേജസ് എന്നുള്ളതിനുള്ള വാക്കുപയോഗിച്ചതിന് കാബോധം എന്നാണ്, അതിന് വെയിറ്റ് എന്നാണ് അർത്ഥം. ആ വെയിറ്റ് കാരണം ഇസ്രായേൽ മക്കൾക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ദേവാലയത്തെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചില്ല. എങ്കിൽ ഇന്നത്തേതിൽ അതിലും ശക്തിയുള്ളതല്ലേ? പക്ഷെ എന്താണ് അനുഭവപ്പെടാത്തത്? അത് അനുഭവപ്പെടണമെങ്കിൽ അത് അനുഭവപ്പെടണമെന്ന് ആഗ്രഹിച്ച് വരികയും അതിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് വരികയൊക്കെ ചെയ്യണം. അല്ല തലേന്ന് വൈകിട്ട് പോയി പിന്നെ കല്യാണത്തിൻ്റെ ഒരുക്ക ശുശ്രൂഷയും അല്ലെങ്കിൽ പിന്നെന്താ പറയുന്നത് എൻഗേജ്മെൻറ്റും ക്ലബിലും ബിഗ് ബോസും ഏഷ്യാനെറ്റ് ന്യൂസും അല്ലെങ്കിൽ അതുപോലുള്ള സാധനമൊക്കെ കണ്ടേച്ച് കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ തേജസ്സൊന്നും അറിയത്തില്ല. തേജസ് അറിയില്ല. കർത്താവിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണത്. അത് നമ്മുടെ ആത്മാവിലാണ് അത് തിരിച്ചറിയുന്നത്. ആത്മാവിൻ്റെ അത് കട്ടിയാണ്, അതും കാബോധം തന്നെയാണ്. കട്ടിയാണ്, വെയിറ്റാണ്, താങ്ങില്ല. നമ്മൾ ആത്മാവിന് താങ്ങുന്നില്ലെങ്കിൽ ഈ കണ്ണിന് താങ്ങാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ കണ്ണിനത് കാണാൻ പറ്റാത്തത്. പഴയ നിയമത്തിൽ അത്രയും ശക്തിയില്ല. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിൻ്റെ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. പോട്ടെ, ശലോമോൻ ദേവാലയം പണിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്ത് പെട്ടകം പ്രതിഷ്ഠിക്കുന്നു. അവിടെ എന്താണ്? ആണ്ടിലൊരിക്കലാണ് ധൂപം കാട്ടുന്നത്, അല്ലേ? ആണ്ടിലൊരിക്കൽ ധൂപം കാട്ടും. അവിടെ നൂറ്റാണ്ടുകൾ ദേവാലയത്തിൽ ആ പെട്ടകം ഇരുന്നു. സമയമുണ്ടോ നോക്കിയതാ കേട്ടോ, ഉണ്ട്. ഈ യെരുശലേം ദേവാലയം BC 586 തീ വച്ച് നശിപ്പിച്ചു. പല പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞു, മക്കളെ, വടക്കുനിന്ന് ആക്രമണം വരും, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, മാനസാന്തരപ്പെട്ട് യഹോവയെങ്കിലേക്ക് തിരിയണം. ഒറ്റ ഒരുത്തം കേട്ടില്ല. സകല പ്രവാചകന്മാരെയും വിട്ടു. ബാബിലോണിയൻ പ്രവാസത്തിന് മുമ്പും ജീവിച്ചിരുന്ന പ്രവാചകന്മാരായിരുന്ന യെശയ്യാവ്, യെരമ്യാവ് മുതലായ പ്രവാചകന്മാരെല്ലാം, മക്കളെ, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ മടങ്ങി വന്ന് എന്നെ അപ്പാ എന്ന് വിളിച്ചാൽ മതി,
ഞാൻ നിങ്ങളോട് സകല പാപങ്ങളെ ക്ഷമിച്ചു തരാമെന്ന് യെരമ്യാ പ്രവാചകൻ 3-ാം അധ്യായത്തിലൊക്കെ വിളിച്ച് യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, എന്നെ പിതാവേ എന്നൊന്ന് വിളിക്ക്, വേറെ ഒന്നും ചെയ്യണ്ട. ഒറ്റ ഒരുത്തൻ മാനസാന്തരപ്പെട്ടില്ല. നെബൂഖദ്നേസർ രാജാവിനെ ദൈവം തന്നെ വിളിക്കുന്നത് യഹോവയുടെ ദാസനെന്നാണ്. ആലോചിച്ച് നോക്കണം. സ്വന്തം ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി യഹോവ ശത്രുപക്ഷത്ത് നിന്ന് ഏർപ്പെടുത്തിയവനെ യഹോവ തന്നെ ദാസനെന്ന് വിളിക്കുകയാണ്. അങ്ങനെ 586 യെരുശലേം ദേവാലയം കത്തി നശിപ്പിക്കപ്പെട്ടു. നെബൂഖദ്നേസർ യഹൂദ ദേശം മുഴുവൻ ആക്രമിച്ച് സകല എണ്ണത്തിനെയും പിടിച്ചുകൊണ്ടുപോയി. പെട്ടകം എവിടെ? ദൈവം ഉണ്ടാക്കിയ പെട്ടകമാണേ. തീ വെച്ചു. പെട്ടകം എവിടെ? ദൈവത്തിൻ്റെ പെട്ടകം ദൈവം നശിപ്പിച്ചോ? എൻ്റെ ചോദ്യമാണ്. ദൈവത്തിൻ്റെ പെട്ടകം ദൈവം നശിപ്പിച്ചോ? ദിനവൃത്താന്തം 36:21 വായിക്കാം. ദിനവൃത്താന്തം 36:21. 1 ദിനവൃത്താന്തം 1 2 എന്ന് എനിക്ക് സംശയമുണ്ട്. 2 36 മറ്റേതിനല്ലേ? എന്നാൽ 36:21 വായിച്ചേ. 36:21. യെരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബത്തുകളെ അനുഭവിച്ച് തീരുവോളം 70 സംവത്സരം തീരുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. ഉണ്ടോണേ എന്ന് പറഞ്ഞാൽ ശബത്ത് ചെയ്യേണ്ട സമയത്ത് മര്യാദയ്ക്ക് ചെയ്യാഞ്ഞുകൊണ്ട് ദൈവം 70 കൊല്ലം ആ ദേശത്തെ ശബത്ത് അനുഭവിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ചെയ്തില്ല. പിന്നെ എല്ലാത്തിനെയും തൂത്ത് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോയി, ബാബിലോണിലേക്ക് കൊണ്ടുപോയി. പക്ഷെ പെട്ടകം എവിടെ? യെരുശലേം ദേവാലയം കത്തി നശിപ്പിക്കപ്പെട്ടു. പെട്ടകം എവിടെ എന്നുള്ളതാണ് ചോദ്യം. അതിനെപ്പറ്റി നമുക്ക് ഒരു രഹസ്യാത്മകമായ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ബാബിലോണിയൻ ആക്രമണം വരുന്ന സമയത്ത് യെരമ്യാ പ്രവാചകൻ, ശ്രദ്ധിച്ചേട്ടോ, ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യം പറയാൻ പോവുകയാണ്. പക്ഷേ പെശീത്ത ബൈബിളിൽ ഈ കാര്യം എഴുതിയിട്ടുണ്ട്. പെശീത്ത ബൈബിൾ നമ്മളുടെ പരിശുദ്ധ സഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധ മലങ്കര സഭയുടെ ഓർത്തഡോക്സ് ബൈബിൾ എന്ന് ഇറങ്ങുന്നോ അന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് വായിക്കാൻ പറ്റും. എന്നിറങ്ങുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വായിക്കാം. ഇനി വായിക്കണമെന്നുള്ളവർ പെശീത്ത ബൈബിൾ വായിക്കുക. അതിൽ മക്കബയർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. മക്കബയറുടെ പുസ്തകം. അതിൻ്റെ 2 മക്കബയർ 2-ാം അധ്യായത്തിൽ 8-ാം വാക്യം തൊട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പെട്ടകത്തെപ്പറ്റി. അതായത് ഈ യെരമ്യാ പ്രവാചകന്, ശ്രദ്ധിച്ച് കേട്ടോണം, ഈ യെരമ്യാ പ്രവാചകന് ദർശനം ഉണ്ടാകുമ്പോൾ ബാബിലോണിയൻ സാമ്രാജ്യം വന്ന് ഇസ്രായേൽ ജനതയെ ആക്രമിക്കുമെന്നറിയാം. ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് വിശ്വസിച്ചത് യെരമ്യാ പ്രവാചകൻ മാത്രമാണ്. ബാക്കി ആരും വിശ്വസിച്ചില്ല. വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടേനെ. അതുകൊണ്ട് യെരമ്യാ പ്രവാചകൻ അറിയായിരുന്നു ഈ ആക്രമണം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ആക്രമണത്തിൻ്റെ സമയമായപ്പോഴത്തേക്ക് യെരമ്യാ പ്രവാചകൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, യെരമ്യാ പ്രവാചകൻ 2-3 അനുയായികളെയും കൂട്ടി യെരുശലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് പെട്ടകം എടുത്തു. എന്നിട്ട് മോശെ അടക്കിയിരുന്ന നെബോ പർവ്വതത്തിലേക്ക് ഈ പെട്ടകവും ഈ അനുയായികളുമായിട്ട് യെരമ്യാ പ്രവാചകൻ ചെന്നു. അവിടെ ഒരു ഗുഹയിൽ ഇത് സൂക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വലിയ മരുഭൂമിയും മലകളുമാണ്. വഴിയറിയത്തില്ല. ആർക്കെവിടെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. എവിടെയെങ്കിലും ചെന്ന് പെട്ടാൽ തിരിച്ചു വരാനും അറിയത്തില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ യെരമ്യാ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, സംഭവമൊക്കെ കൊള്ളാം, പെട്ടകമൊക്കെ നീ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു വന്ന് ഇത് എടുക്കണ്ടേ? ഇനിയൊരു ദേവാലയം പണിഞ്ഞാൽ ഈ സാധനം എടുക്കണ്ടേ?
അപ്പോൾ വഴി നമുക്ക് അടയാളപ്പെടുത്തണ്ടേ, വഴി തിരിച്ചു വരാനുള്ള വഴി. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇത് അടയാളപ്പെടുത്തണം. യിരെമ്യാപ്രവാചകൻ പറഞ്ഞു, വേണ്ട, വഴി അടയാളപ്പെടുത്തണ്ട, യഹോവ തക്ക സമയത്ത് ഈ പെട്ടകം വെളിച്ചത്ത് കൊണ്ടുവരും. ഞാൻ ആ ഭാഗം വായിക്കാം. 2 മക്കാബയർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ മുൻപ് പറഞ്ഞതുപോലെ നാട് കടത്തപ്പെട്ടവരോട് യിരെമ്യാപ്രവാചകൻ അല്പം അഗ്നിയെടുത്ത് സൂക്ഷിക്കുവാൻ ആജ്ഞാപിച്ചു. നിയമം നൽകിയതിന് ശേഷം അവരോട് കർത്താവിൻ്റെ കൽപ്പന വിസ്മരിക്കരുതെന്നും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള വിഗ്രഹങ്ങളും അവയുടെ അലങ്കാരങ്ങളും കണ്ട് വഴിതെറ്റിപ്പോകരുതെന്നും പറഞ്ഞു. ആരോടെ പറയുന്നത്? എല്ലാത്തിനെയും പിടിച്ച് പ്രവാസികളായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ യിരെമ്യാപ്രവാചകൻ പറയുക, ഇനിയെങ്കിലും മര്യാദയ്ക്കൊക്കെ വിഗ്രഹാരാധികളാവാതെ ദൈവത്തെ ആരാധിച്ച് അവിടെയെങ്കിലും ജീവിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം എന്ന് ഉപദേശം കൊടുക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ നിന്ന് നിയമം വെടിയരുതെന്നും അവൻ ഉപദേശിച്ചു. ബാക്കി കേട്ടോണം. ഇങ്ങനെയും അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തൻ്റെ പിന്നാലെ കൊണ്ടുവരുവാൻ പ്രവാചകൻ കൽപ്പിച്ചു. ദൈവം നൽകുന്ന അവകാശഭൂമി കാണുവാൻ മോശ കയറിയ മലയിലേക്ക് അവൻ പോയി. ആ മലയുടെ പേരാണ് നെബോ പർവ്വതം. അവിടെ യിരെമ്യാ ഒരു ഗുഹ കണ്ടു. കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വെച്ച് പ്രവേശനദ്വാരം അടച്ച് ഭദ്രമാക്കി. അപ്പോൾ പെട്ടകം യിരെമ്യാപ്രവാചകൻ നെബോ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ ഭദ്രമാക്കി. അനുയായികളിൽ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്തുവാൻ മുതിർന്നെങ്കിലും വഴി കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. യിരെമ്യാ ഇതറിഞ്ഞ് അവരെ ശകാരിച്ചു പറഞ്ഞു, ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടും, അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന അന്നുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും, അത് കർത്താവ് അന്ന് വെളിപ്പെടുത്തും എന്ന് പറഞ്ഞു. ഇതാണ് പെട്ടകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ പെട്ടകം ഇപ്പോൾ എവിടെ ഇരിക്കുകയാണ്? ഒരു ഗുഹയിലിരിക്കുകയാണ്, അല്ലേ? 70 വർഷം കഴിഞ്ഞപ്പോൾ എസ്രാ നെഹമ്യ അവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ ജനം തിരിച്ചു വന്ന് യെരുശലേം ദേവാലയം പണിതു. 12:30 നിർത്തും കേട്ടോ. യെരുശലേം ദേവാലയം പണിതു. യെരുശലേം ദേവാലയം പണിതപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഗതി ഞാൻ വായിച്ചിട്ട് ഞാൻ പോലും കരഞ്ഞുപോയി. വലിയ, നമ്മൾ വിചാരിക്കുന്നതല്ല, ഈ ദേവാലയം അവരുടെ ജീവനാഡിയാണ്. നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ ദേവാലയം പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പഴയ ദേവാലയം കണ്ടവർ വാവിട്ട് കരഞ്ഞെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണ്? ശലോമോൻ്റെ ദേവാലയം പോലെ ഒരു ദേവാലയം ഇന്നും നമുക്കുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഫോറിൻ രാജ്യത്തു നിന്നൊക്കെ ദേവദാരു തടി, സ്വർണം മുതലായവ ഹീര രാജാവിൻ്റെയും ശേബാരാജ്ഞിയുടെയൊക്കെ രാജ്യത്തു നിന്നും വലിയ സമ്മാനങ്ങളും മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്ന്, ഞാൻ ദിനവൃത്താന്ത പുസ്തകത്തിൽ ചെറുതായിട്ടൊന്ന് എണ്ണി നോക്കി. ഏകദേശം 5 ലക്ഷം ആൾക്കാർ 8.5 വർഷം കഠിന പ്രയത്നം ചെയ്ത് പണിഞ്ഞ് പൂർത്തീകരിച്ചതാണ് യെരുശലേം ദേവാലയം. 5 ലക്ഷം ആൾക്കാർ ഒരു ദിവസം പണിയും. നമുക്കൊന്നും ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ അത് പൂർത്തീകരിച്ചു. ഇപ്പോൾ ആ ദേവാലയമാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പഴയ ദേവാലയം കണ്ടവർ അയ്യോ, അവർക്ക് സങ്കടം വരികയാണ്. അതുപോലൊന്നും ഇനിയും പണിയാൻ പറ്റില്ല. ഏതായാലും അങ്ങനെ 70 പണിഞ്ഞ ദേവാലയം BC 70 പണിഞ്ഞതല്ല, 70 വർഷത്തിന് ശേഷം, അതായത് BC 530 കാലഘട്ടങ്ങളിൽ പണിഞ്ഞ ഈ ദേവാലയം പിന്നീട് BC 167 പിന്നെയും നശിപ്പിക്കപ്പെടുന്നതാണ്. അത് മോളസ്റ്റ് ചെയ്യപ്പെട്ടു. അത് വീണ്ടും ഹെരോദാവ് പണിയുവാൻ തുടങ്ങി. ആ പണിയുന്ന സമയത്താണ് കർത്താവൊക്കെ ജനിക്കുന്നതും ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, ദാ കണ്ടോ, കർത്താവ് പറയുന്നതല്ല, ശിഷ്യന്മാർ പറയുന്നു, കർത്താവ് കണ്ടോ,
കല്ലും എത്ര മനോഹരമായ കല്ലുകൊണ്ടാണ് ഇത് പണിയുന്നത്. യരോദാവ് ഇതിങ്ങനെ പണിഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം യഹൂദന്മാരെ പ്രീതിപ്പെടുത്തണം. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇത് നശിപ്പിക്കപ്പെടും, കല്ലിന്മേൽ ശേഷിക്കാത്ത ഒരു കാലം വരും. അങ്ങനെ ആ ദേവാലയം AD 70 നശിച്ചു, തീ വെച്ച് കളഞ്ഞു. ഇപ്പോൾ നിങ്ങൾ യെരുശലേമിൽ പോയാൽ യെരുശലേം ദേവാലയം ഇരുന്ന സ്ഥലത്ത് മുസ്ലിം സഹോദരങ്ങളുടെ ഒരു മോസ്കാണ് കാണപ്പെടുക. അത് ജനത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, പെട്ടകം എവിടെ? അത് പുതിയ ഇസ്രായേലിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. യഹൂദനോടിപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ കൊച്ചിയിൽ ചെന്നാൽ യഹൂദന്മാരെ കാണാം, അവരോട് ചോദിച്ചാൽ മതി, വേർ ഈസ് ദ കവനന്റ് ബോക്സ്? ദേ വിൽ സേ വി ഡോണ്ട് നോ, ഞങ്ങൾക്കറിയില്ല. ഇത് ചോദിക്കേണ്ടത് യഹൂദനോടല്ല, നമ്മളോടാണ്. നമുക്കറിയാം എവിടെ ഉണ്ട്. യഹോവ ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കപ്പെടത്തില്ല. അതെവിടെ കാണും? അത് ദൈവസന്നിധിയിൽ കാണും. ഈ പെട്ടകം ഇന്ന് എവിടെയാണെന്ന് അറിയണമെങ്കിൽ വെളിപാട് പുസ്തകം 11 അധ്യായം 19 വാക്യവും 12 അധ്യായം 1 വാക്യവും എടുക്കുക. യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു, എന്നാൽ നശിപ്പിക്കപ്പെടാത്ത ഒരു ദേവാലയം, യെരുശലേം ദേവാലയം സ്വർഗത്തിലുണ്ട്. നമ്മൾ പാട്ടുകളിലൊക്കെ പാടില്ലേ, യെരുശലേമിൻ ഇമ്പ വീട്, ആ യെരുശലേം ദേവാലയം സ്വർഗത്തിലുണ്ടെന്ന് വെളിപാട് പുസ്തകം 11 അധ്യായം 19 വാക്യം വായിച്ചോളൂ. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയുണ്ടായി. അപ്പോൾ സ്വർഗത്തിലൊരു ദേവാലയം, അത് തുറന്നപ്പോൾ മിന്നലും നാദവും കന്മഴയൊക്കെ ഉണ്ടായി. വെളിപാട് പുസ്തകം എഴുതുന്ന സമയത്ത് അധ്യായങ്ങൾ തിരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 12 അധ്യായം 11 അധ്യായത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. യെരുശലേം ദേവാലയം ഇപ്പോൾ സ്വർഗത്തിലാണ്. അവിടെ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ഇനിയും ഈ പെട്ടകം ദൈവമാതാവാണെന്ന് നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയോ? ഇതിനാണ് ഞാൻ മുമ്പേ 2-3 വാക്യങ്ങൾ നിങ്ങളോട് ഓർക്കുവാൻ പറഞ്ഞത്. എന്താണ്? ഒന്ന്, അതായത് ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം, ഞാൻ വേഗം പറയുകയാണ്, ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 39 വാക്യത്തിൽ, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാളുകളിൽ യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. അല്ലേ? അങ്ങനെയാണ്, ബന്ധപ്പെട്ട് പുറപ്പെട്ടു പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതേ 2 ശമൂവേൽ 6 അധ്യായം 1-2 വാക്യങ്ങളിൽ, അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് തുടങ്ങുന്ന ഭാഗത്തു നിന്ന് അവസാനിപ്പിക്കുന്നത് ദാവീദും കൂടെയുള്ള സകലവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അതായത് ഈ പുറപ്പെട്ടു പോയി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അവിടെയും ഇവിടെയും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ശമൂവേലിൻ്റെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒറ്റ വാക്കാണ്. ഇനിയും 2 ശമൂവേൽ 6:16 എന്താണ്? ദാവീദ് പേടകത്തിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഡാൻസ് ചെയ്ത് കളഞ്ഞു. ലൂക്കോസ് 1:41 എന്താണ് പറയുന്നത്? മറിയത്തിൻ്റെ അഭിവാദ്യം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ പിള്ള എന്ത് ചെയ്തു? തുള്ളിച്ചാടി. ദാവീദ് പെട്ടകത്തിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടിയപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ നിന്ന് കിടന്ന പിള്ള മറിയാമിനെ കണ്ടപ്പോൾ തുള്ളിച്ചാടി. 2 ശമൂവേൽ 6:9. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. നിങ്ങൾ പറഞ്ഞ വചനമാണ്. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? പേടിച്ചു പോയിട്ട് പറഞ്ഞു, അയ്യോ, ഇത് എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരും? ലൂക്കോസ് 1:43 എലിസബത്ത് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി? ലൂക്കോസ് 1:39, 2 ശമൂവേൽ 6:1-2 വാക്യങ്ങൾ. അതാണ് നമ്മൾ
അത് നമ്മൾ വായിച്ചതാണ്. അതിൻ്റെ ബാക്കിയായിട്ട് 1 ദിനവൃത്താന്തം 13:14. 1 ദിനവൃത്താന്തം 13:14. പെട്ടെന്ന് വായിക്കൂ. 1 ദിനവൃത്താന്തം 13:14. ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ് ഏദോമിൻ്റെ കുടുംബത്തോടുകൂടെ 3 മാസം അവൻ്റെ വീട്ടിൽ ഇരുന്നു. ലൂക്കോസ് 1:56. മറിയ ഏകദേശം 3 മാസം പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പേട്ടിക്കുള്ളിൽ ദൈവികമായോ വീടുകൾ പോലെ നാസ്ത്യം നിന്നിൽ സത്യം അറിയാം ജീവന മോശ ചമച്ചോര പേട മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയ റൂഹാദൻ ശോശപ്പാസോ ഈശായന്ദാവീദുക്തം സ്ഥിരമാമ്പുരമേ ശ്ലോമോ നിൻ ഉദരത്തി നുദയം ദൈവത്തെ പെറ്റൊരു മാതാ ആവാം മറിയാമേറ്റം വാഴ്വേറ്റോം ദൈവത്തെ പെറ്റവളാണവൾ. ദൈവത്തെ തന്നെയാണ് പ്രസവിച്ചത്, അല്ല മനുഷ്യനായ യേശുവിനെ അല്ല. ക്രിസ്റ്റോട്ടോക്കോസ് അല്ല, ആന്ത്രോറ്റോപ്പോക്കോസ് അല്ല. ഷീസ് തെയോറ്റോക്കോസ്, ദൈവത്തിൻ്റെ മാതാവ്, പരിശുദ്ധ സഭയുടെ കാവൽ മാതാവാണ്. If somebody asks you who is your patron saint of Malankara Orthodox Church, you have to proudly say it's my mother, Saint Mary, Mother of God. You have to give the attribute after that. Saint Mary, the Mother of God. ചുമ്മാ Saint Mary എന്ന് പറയരുത്. ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാം. അവളുടെ ഓർമ്മ വാഴുവിനായിട്ട് എഴുതട്ടെ. അടുത്ത ഞായറാഴ്ച മറിയാമിനുള്ള അറിയിപ്പാണ്. കഴിഞ്ഞ ഞായറാഴ്ച ജോസച്ചൻ സൂചിപ്പിച്ചതുപോലെ സക്കറിയയോടുള്ള അറിയിപ്പിൽ യോഹന്നാൻ്റെ ജനനത്തെപ്പറ്റി നമ്മൾ പഠിച്ചു, ധ്യാനിച്ചു. ആ യാത്ര തുടരുകയാണ്. നീ കർത്താവിൻ്റെ ജനനത്തിലേക്ക് എത്തുമ്പോൾ മറിയ എപ്പോഴും കൂടെയുണ്ട്. പരിശുദ്ധ മാതാവില്ലാതെ ആരാധനയിൽ ഒന്നുമില്ല. സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. മാതാവിനെ എത്രയും ഉയർത്തുന്നു അത്രയും ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തിക്കാട്ടുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയും കൂടി വരും ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തട്ടെ. മന്നാ നിക്ഷേപിത ചെപ്പും മുളപ്പൂണ്ടോരഹറോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി ശ്ലേമോൻ തൻ റൂമാലുമിവർ നിൻ സാമ്യം ദൈവജനനി ദൃഷ്ടാന്തി നിബിയന്മാരും വെളിപ്പാടാൻ സ്ലീഹന്മാരും നിന്നുൾ മർമ്മം കാണിച്ചു. നിന്നുടെ സുതനാം മശിഹായി സ്തുതി ചെയ്യുന്നടിയാർ ഞങ്ങൾ. താനെന്നും വന്യൻ തൻ